വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സൂറത്ത് സുമറിലെ 31-ാമത്തെ ആയത്താണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത്. മുപ്പതും 31 ഒരുമിച്ച് കാണാതെ ഒന്നുകൂടെ. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إنك ميت وإنهم ميتون ثم إنكم يوم القيامة عند ربكم تختصمون. إنك ميت وإنهم ميتون ثم إنكم يوم القيامة عند ربكم കാണാതെ ഒരിക്കൽ إنك ميت وإنهم ميتون ഇന്നക തീർച്ചയായും താങ്കൾ. ഇന്നക എന്ന് പറഞ്ഞാൽ തീർച്ചയായും താങ്കൾ. മയ്യിത്തുൻ മരിക്കുന്നവനാണ്. വഇന്നഹും തീർച്ചയായും അവരും മയ്യിത്തൂൻ ബഹുവചനമാണ്, ജംആണ് മയ്യിത്തൂൻ. ഇന്നക തീർച്ചയായും താങ്കൾ. ഇന്നഹും എന്ന് പറഞ്ഞാൽ തീർച്ചയായും അവർ. അപ്പം താങ്കൾ മരിക്കുന്നവനാണ്, തീർച്ചയായും അവരും മരിക്കുന്നവരാണ്. സുമ്മ പിന്നീട് ഇന്നക്കും തീർച്ചയായും നിങ്ങൾ. ഇന്നഹും എന്ന് പറഞ്ഞാൽ തീർച്ചയായും അവർ. ഹും എന്ന് പറഞ്ഞാൽ അവരാണ്. കും എന്ന് പറഞ്ഞാലോ നിങ്ങൾ. ഹുവ ഹുമാ ഹും ക ഹുമാ കുന്ന. ആ വ്യത്യാസം. ഹുവ എന്ന് പറഞ്ഞാൽ അവൻ. ഹുവ ഹുമാ ഹും. ഹുവ എന്ന് പറഞ്ഞാൽ അവൻ, ഹുമാ എന്ന് പറഞ്ഞാൽ അവർ രണ്ടുപേര്, ഹും എന്ന് പറഞ്ഞാൽ അവർ. ക എന്ന് പറഞ്ഞാൽ നീ എന്നാണ്. നീ എന്ന മുഹാത്തബ്, മറ്റേത് ഗായിബാണ്. നീ ക കുമാ കും. അപ്പം ഇന്നഹും എന്ന് പറഞ്ഞാൽ തീർച്ചയായും അവർ. ഇന്നക്കും എന്ന് പറയുമ്പോഴോ തീർച്ചയായും നിങ്ങൾ. വ ഇന്നക്കും സുമ്മ പിന്നീട് ഇന്നക്കും തീർച്ചയായും നിങ്ങൾ. യൗമൽ ഖിയാമത്തി ഖിയാമത്ത് നാളിൽ ഇൻദ റബ്ബിക്കും നിങ്ങളുടെ റബ്ബിൻ്റെ അടുക്കൽ തഖ്തസിമൂൻ തർക്കിക്കുന്നവരായിരിക്കും, വഴക്ക് കൂടുന്നവരായിരിക്കും. അപ്പം ഈ 2 ആയത്ത് കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ വിശദമായി പറഞ്ഞതാണ്. ഈ 2 ആയത്തിൻ്റെ അതിനെ നമ്മൾ ഖുർആനിലെ മറ്റായത്തുകൾ കൊണ്ട് വിശദീകരിച്ച് പറഞ്ഞ കാര്യങ്ങൾ നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടെങ്കിൽ മാത്രമേ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന ആയത്തിൻ്റെ ആശയത്തിലേക്ക് നമ്മൾ ശരിക്കെത്തുള്ളൂ. അതായത് നബിയോട് പറയാണ്, നബിയെ താങ്കൾ മരിക്കും. അപ്പോൾ റസൂൽ ഇപ്പോഴും മരിച്ചിട്ടില്ല എന്നുള്ള വിശ്വാസമുള്ള ആൾക്കാരുണ്ട്, അതിനെതിരാണത്. നബി ഇപ്പോഴും മരിച്ചിട്ടില്ല, മരിച്ചു എന്ന് പറയാൻ പാടില്ല എന്ന് പറയുന്നവരുണ്ട്. അപ്പോൾ അള്ളാഹ് പറഞ്ഞു തീർച്ചയായും എന്ന് മാത്രമല്ല, നബി മാത്രമല്ല എല്ലാവരും മരിക്കും. ഇന്നവും അതോടുകൂടി തീർന്നു എന്ന് പറയാൻ പറ്റൂല. പിന്നെന്താണ്? തുമ്മ ഇന്നക്കും യൗമൽ ഖിയാമ ഖിയാമത്ത് നാളിൽ റബ്ബിൻ്റെ അടുക്കൽ നിങ്ങൾ തർക്കിക്കുന്നവരായിരിക്കും. അപ്പോൾ ആ തർക്കം എന്തൊക്കെയാണ്? മനുഷ്യൻ ഹസീമ മുബീനാണ്. ഖുർആൻ യാസീനിൽ പറഞ്ഞ ആയത്തുകൾ പറഞ്ഞു, വേറെയും ചില സ്ഥലത്ത് അത് പറഞ്ഞിട്ടുണ്ട്. ദുനിയാവിലൊക്കെ മനുഷ്യൻ ഈ തർക്കം നടത്തുക എന്നുള്ളതൊരു മനുഷ്യൻ്റെ പൊതു സ്വഭാവമാണ്. ഈ തർക്കം അള്ളാഹിൻ്റെ മുന്നിലും മരണത്തിന് ശേഷവും തർക്കിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ അതിൻ്റെ ചുരുക്കം ഇങ്ങനെയാണ്. അള്ളാഹ് പറയും, ലാ തഖ്തസിമു ലദയ്യ, എൻ്റെ അടുക്കൽ നിങ്ങൾ ഇവിടെ വെച്ച് തർക്കിക്കേണ്ടതില്ല. നിങ്ങൾക്ക് നിങ്ങളെ തർക്കങ്ങളെല്ലാം അവസാനിപ്പിക്കാൻ പറ്റിയ ഒരു രേഖ നിങ്ങൾക്ക് ഞാൻ തന്നിരുന്നു. തർക്കത്തിൻ്റെ ആവശ്യമില്ലാത്ത വിധം അള്ള ഒരു മനുഷ്യന്മാരിങ്ങനെ തർക്കിച്ച് ജീവിതം കഴിക്കാൻ അങ്ങനെ ഒരു
ഒരു പ്രയാസം ആർക്കും ഉണ്ടാകേണ്ട കാര്യമില്ല. ഇപ്പൊ ഖുർആനികൾ തന്നെ 100 ഭാഗമായിട്ട് എന്തിനു തർക്കിക്കുന്നു എന്ന ചോദ്യത്തിന് മറുപടിയാണ്. അങ്ങനെ തർക്കിക്കേണ്ട കാര്യമില്ല. കാരണം എന്താണെന്ന് ചോദിച്ചാൽ തർക്കിക്കാനുള്ളതൊന്നും ഖുർആനിൽ അല്ലാഹ് പറഞ്ഞിട്ടില്ല. പിന്നെ ഈ തർക്കം എന്താണെന്ന് ചോദിച്ചാൽ യഥാർത്ഥമായ ഖുർആനിൻ്റെ ആശയത്തിൽ നിന്ന് വ്യതിചലിച്ചു കൊണ്ടുള്ള സ്വന്തം താല്പര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ഖുർആനിനെ മനസ്സിലാക്കുമ്പോഴാണ് പ്രശ്നങ്ങൾ വരിക. അപ്പം എന്താ വേണ്ടത്? ഖുർആനിനെ സ്വഹാബത്ത് എങ്ങനെ മനസ്സിലാക്കിയോ അങ്ങനെ മനസ്സിലാക്കിയ പ്രശ്നം തീരും. ഖുർആനിൻ്റെ ഒരായത്തിനെ ഖുർആനിലെ മറ്റ് ആയത്തുകൾ കൊണ്ട് വിശദീകരിക്കുന്നുണ്ട്, അത് കണ്ടെത്തണം. ഖുർആനിൻ്റെ ആയത്തുകളെ റസൂലുള്ളാഹിന്റെ സ്വഹീഹായ ഹദീസുകൾ കൊണ്ട് വിശദീകരിക്കുന്നുണ്ട്, അത് കണ്ടെത്തണം. അപ്പം ഒന്നുണ്ടാവില്ല, തർക്കങ്ങൾ ഉണ്ടാവില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്താകുന്നത് വരെ തർക്കമൊന്നുമില്ലല്ലോ. എന്തുകൊണ്ടാണ് കാരണം അവർ അതിൻ്റെ ശരിയായ സോഴ്സിൽ നിന്ന് പഠിക്കുകയാണ്. റസൂലുള്ളാഹി മരണപ്പെട്ടു, റസൂലുള്ളാഹിന്റെ വാക്കുകളും പ്രവൃത്തിയും പ്രവാചകന്റെ ചര്യ നമ്മളെ മുന്നിലുണ്ട്. റസൂലിന്റെ ചര്യ നമ്മളെ മുന്നിലുണ്ട്. അത് എന്താണെന്ന് മനസ്സിലാക്കിയാൽ മതി. അത് മനസ്സിലാക്കാത്തത് കൊണ്ടാണ് ഈ പ്രശ്നങ്ങൾ വരുന്നത്. അപ്പൊ അല്ലാഹ് പറയാണെന്ത്, ലാ തഖ്തസിമു ലദയ്യ, ഇവിടെ വെച്ച് എൻ്റെ അടുക്കൽ വെച്ച് നിങ്ങൾ തർക്കിക്കണ്ട. കാരണം നിങ്ങൾക്ക് തർക്കിക്കേണ്ട ആവശ്യമില്ലാത്ത വിധമുള്ള രേഖകൾ നാം നിങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വായിച്ചതാണ്, അത് വീണ്ടും ആവർത്തിക്കണില്ല. അതിൻ്റെ ഒരു ആശയം പറയുന്നത് മാത്രം, അടുത്ത ആഴ്ചയിലേക്ക് വരാൻ. അതുകൊണ്ട് വലാത്തുക്കല്ലീമു, നിങ്ങൾ എന്നോട് മിണ്ടണ്ട, അവിടെ വെച്ച് സംസാരിക്കേണ്ട എന്നാണ്. മിണ്ടരുത് എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം. മിണ്ടരുത്, സംസാരിക്കരുത്, ഇവിടുന്ന് തർക്കം വേണ്ട. അപ്പോൾ ഖിയാമത്ത് നാളിലാണ് ഈ വിഷയം എന്നല്ല പറഞ്ഞത് അല്ലേ? ഖിയാമത്ത് നാളിൽ അല്ലാഹു തആല വിധി കൽപ്പിക്കും. ഇന്നല്ലാഹ യഹ്കുമു ബൈനഹും യൗമൽ ഖിയാമ. അല്ലാഹു തആല ഹുക്മ പറയും, അല്ലാഹ് വിധി കൽപ്പിക്കും ഖിയാമത്ത് നാളിൽ. അല്ലാഹു തആല അവൻ്റെ കലാമിലൂടെ തന്നെ നമുക്ക് വിധി പറഞ്ഞു തന്നിട്ടുണ്ട്. അത് കണ്ടെത്തണം, അത് പഠിക്കണം. അത് കണ്ടെത്താത്തത് കൊണ്ടും അത് പഠിക്കാത്തത് കൊണ്ടുമാണ് നമുക്കിടയിലുള്ള എല്ലാ പ്രയാസങ്ങളും. ശരി, ഇനി ഒന്നാമത്തെ വിഷയം എന്താണ്? അതിലേക്കാണ് ഇനി വരാൻ പോകുന്നത്. ഇവർ ദുനിയാവിലും തർക്കിക്കുന്ന കാര്യം എന്താണ്, റബ്ബിൻ്റെ മുന്നിൽ തർക്കിച്ച വിഷയം എന്താണ്, അത് നമ്മൾ മനസ്സിലാക്കി. കഴിഞ്ഞ ക്ലാസ്സിൽ മനസ്സിലാക്കി. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ള വിഷയത്തിലാണ്. അല്ലാഹുവിന് പുറമെ ഇബാദത്ത് ചെയ്തുകൊണ്ടിരുന്നവരെയും ഇബാദത്ത് ചെയ്യുന്നവരെയും അല്ലാഹു തആല മഹ്ശറിൽ കൊണ്ടുവരുന്നുണ്ട് എന്നൊരു ചോദിക്കുന്നുണ്ട്. അപ്പം മനുഷ്യന്മാരെങ്ങനെ അല്ലാഹ് മഹ്ശറിൽ ഒരുമിച്ച് കൂട്ടി നിർത്തുമ്പോൾ അതിൻ്റെ ഗൗരവം നമ്മൾ മനസ്സിലാക്കണം. മനുഷ്യന്മാരല്ല മഹ്ശറിൽ ഒരുമിച്ച് കൂട്ടി നിർത്തുമ്പോൾ അല്ലാഹ് പറയാണ്, ഈ ആരാധിച്ചവരെയും ആരാധിക്കപ്പെട്ടവരെയും അല്ലാഹ് അങ്ങോട്ട് വേർതിരിച്ച് നിർത്തുന്ന. ആരാധിച്ചവരെയും ആരാധിക്കപ്പെട്ടവരെയും രണ്ടും പടപ്പുകളാണ്, മനുഷ്യന്മാരാണ്. മൊയ്തി ഷേഖുണ്ട്, റിഫായി ഷേഖുണ്ട്, മമ്പർത്ത് തങ്ങളുണ്ട്, ബദിരീങ്ങളുണ്ട്, ഒക്കെ ഉണ്ട്. മഹ്ശറിൽ എല്ലാവരും ഉണ്ടാവുമല്ലോ. ആദനബി മുതലുള്ള എല്ലാവരും ഔലിയാക്കന്മാരെല്ലാവരും ഉണ്ടാവും. ആരാധിച്ചവരെയും ആരാധിക്കപ്പെട്ടവരെയും വേർതിരിച്ച് നിർത്തിയിട്ട് അല്ലാഹ് ചോദിക്കുകയാണ്, നിങ്ങൾ ആരാധിച്ചിരുന്നില്ലേ എന്ന്. അപ്പം അവരെ മറുപടി എന്താ അറിയോ? ഞങ്ങളറിയില്ല. കുന്ന ഇബാദത്തിയും മാഫില, അവർ ഇബാദത്ത് ചെയ്തിരുന്നു, ഞങ്ങൾക്കറിയില്ലല്ലോ, ഞങ്ങൾ അറിഞ്ഞിട്ടില്ലല്ലോ. യക്ഫുറൂന ബിശിർക്കിക്കുന്ന് ഖുർആൻ പറഞ്ഞില്ലേ? അപ്പം അതിൻ്റെ അർത്ഥം എന്താ? ഈ ആരോടൊക്കെ വിളിച്ച് പ്രാർത്ഥിക്കുന്നുണ്ടോ അവരാരും ഇത് കേൾക്കുന്നില്ല, അവരാരും അറിയുന്നില്ല, അവർ നിഷേധിക്കുകയാണ്. അപ്പം ഇത് വിഗ്രഹമാണ്, കല്ലാണ്, മണ്ണാന്ന് പറഞ്ഞ എല്ലാ വാദുകളെ പൊളിയാണ്. കാരണം ഇത് ആരോടെ ചോദിക്കണത്? ഈസാ നബിയെ ആരാധിച്ചവരെ പറ്റി ആരോടാ ചോദിക്കണത്? ഈസാ നബിയുടെ വിഗ്രഹം ഉണ്ടാക്കി വെച്ചിട്ട്, രൂപം ഉണ്ടാക്കി വെച്ചിട്ട് അതിനെ ഇബാദത്ത് ചെയ്ത ആൾക്കാർ ആ വിഗ്രഹത്തെ അല്ല കൊണ്ടുവരുന്നത്. ആരെ കൊണ്ടുവരുന്നത്? ഈസാ നബിനെ കൊണ്ടുവന്നിട്ട് ചോദിക്കുകയാണ്, ഈ പറഞ്ഞിരുന്നോന്ന്. ഈസാ നബി പറയാണ്, പടച്ചോനെ ഞാനറിയില്ല. കാരണം ഞാൻ അവർക്കിടയിൽ ഉണ്ടായിരുന്ന കാലത്ത് ഞാൻ ഈ കാര്യം അറിയും. പിന്നെ എന്നെ നീ ആകാശത്തേക്ക് ഉയർത്തിയതിനു ശേഷം ഞാനൊന്നും അറിയില്ല. ഈസാ നബി ആകാശ ലോകത്തുണ്ട്, പക്ഷേ ദുനിയാവിൽ ഒരു കാര്യം ആരറിയില്ല? ഈസാ നബി അറിയില്ല. ഈസാ നബി പറയാണ്, ഞാൻ അറിഞ്ഞിട്ടില്ല, നീയല്ലേ സാക്ഷിയെന്ന്. ഈ ചോദ്യം തന്നെയാണ് ആരോട്? ഈ ആരാധിക്കപ്പെട്ട എല്ലാ
വസ്തുക്കളോടുള്ള. ഇബ്രാഹിം നബിയെ ഇസ്മായിൽ നബിയെ രക്ഷിക്കണം സഹായിക്കണം എന്ന് പ്രാർത്ഥിച്ച മക്കാ മുശ്രിക്കുണ്ടാവും. ഇസ്മായിൽ നബിനെ ഇബ്രാഹിം നബിനൊക്കെ ഒരു ഭാഗത്ത് നിർത്തിയിട്ട് ഇവരോട് ചോദിക്കുകയാണ്, ഇവരിങ്ങനെ ആരാധിച്ചിരുന്നില്ലെന്ന്. ഇവർ പറയണം ഞങ്ങൾ അറിഞ്ഞിട്ടില്ല എന്ന്, അവരെ ഇബാദത്തിൽ ഞങ്ങൾ വാഫിലീങ്ങളായിരുന്നു എന്ന്. ഇതിനാണ് വിഷയം. അപ്പോൾ ഈ തർക്കം അല്ലാഹു തആല പറയുകയാണ് ഇനി അടുത്ത ആയത്ത്, നമ്മളോട് ഇങ്ങനൊരവസ്ഥ വരേണ്ടി വരിക എന്നതാണ് ഏറ്റവും വലിയ ദുൽമ്. ഏറ്റവും വലിയ അക്രമം ചെയ്തവൻ, ഏറ്റവും വലിയ ദുൽമേതാ? ദുൽമുൻ അലീം ഏതാ? ഷിർക്കാണ്. ഇന്ന ഷിർക ലദുൽമുൻ അലീം. അള്ളാഹുവിന് കൊടുക്കേണ്ട അധികാരങ്ങൾ അള്ളാഹു കൊടുക്കേണ്ടത് അല്ലാത്തവർക്ക് കൊടുക്കലാണ് ഏറ്റവും വലിയ അക്രമം. ഇനി അത് മനസ്സിൽ വെച്ചിട്ട് അടുത്ത ആയത്ത് വായിച്ചോളി. നോക്കി, ഫമൻ അസ്ലമു മിമ്മൻ കദബ അലല്ലാഹി വകദബ ബിസ്സുദ്ഖി ഇദ് ജാഅ. ഓതട്ടെ. ഫമൻ അസ്ലമു മിമ്മൻ കദബ അലല്ലാഹി ബിസ്സുദ്ഖി ഇദ് ജാഅ. കാണാതെ അലല്ലാഹിമിനോട് വെച്ചാൽ ഈ പഠിക്കാൻ അവിടെ വഖഫ് ചെയ്തോളൂ പഠിക്കണ കാര്യത്തിന്. ഒന്നും കൂടി, ഫമൻ അസ്ലമു മിമ്മൻ കദബ അലല്ലാഹി പറയട്ടെ. ഫമൻ അസ്ലമു മിമ്മൻ കദബ അലല്ലാഹി പറയട്ടെ. ഇതിന്റെ മുമ്പ് വരെയുള്ള ആയത്ത് നമ്മൾ കാണാതെയാണ് പഠിച്ചത്. അതുപോലെ തന്നെയാണ് ഇനിയും പഠിക്കേണ്ടത്. ഇത് കുറച്ചൊരു വലിയൊരു ആയത്താണ്, കഷ്ണാക്കിയിട്ട് പഠിച്ചാൽ മതി. പറയട്ടെ. നമ്മൾ ഓതുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ. ഒന്ന്, മൻ അസ്ലം. മൻ എന്നുള്ള നൂന് സാക്കിനാണ് അല്ലേ? ഞാൻ എല്ലാ ക്ലാസ്സിലും പറയലുണ്ട്, ഖുർആൻ നമ്മൾ എവിടെ ഓതുമ്പോഴും നൂന് സാക്കിന വരുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. സുക്കൂനുള്ള നൂന്, എല്ലാ നൂനും അല്ല, സുക്കൂനുള്ള നൂന്. സുക്കൂനുള്ള നൂന് ശേഷം വന്ന അക്ഷരം ഏതാ? ഹംസ. എന്താണ്? ഹംസ. അത് ഇൽഹാറിൻ്റെ അക്ഷരമാണ്. എന്താണ്? നൂന് വ്യക്താക്കണം. ഖുർആനിൽ വരുന്ന സാക്കിനായ നൂനിൽ ഏറെയും വ്യക്താക്കാൻ പാടില്ലാത്തതാണ്. 6 അക്ഷരങ്ങളെ വ്യക്താക്കാനുള്ളൂ. എന്നാൽ 6ന്റെ 2 ഇരട്ടിയിലധികം അക്ഷരങ്ങൾ അവ്യക്താക്കാനാണ്. നൂന് പറയാൻ പാടില്ലാത്ത അക്ഷരങ്ങളാണ്. ഇത് പറയേണ്ട സ്ഥലമാണ്, കാരണം ഹംസ ഇൽഹാറിൻ്റെ അക്ഷര വ്യക്താക്കണം. ഫമൻ അസ്ലമു. ഫമൻ നൂന് വ്യക്താക്കണം. ഫമൻ അസ്ലമു. എങ്ങനെയാണ്? മിമ്മൻ കദബ അലല്ലാഹി. കണ്ട, വീണ്ടും നൂന് സാക്കിന വന്നില്ലേ? കണ്ടോ? അവിടെ ആ സുക്കൂനായ നൂനിന് ശേഷം വന്ന അക്ഷരം ഏതാ? കാഫാണ്. കാഫി ഇഖ്ഫാന്റെ അക്ഷരമാണ്, വ്യക്താക്കാൻ പാടില്ല. ഫമൻ എന്ന് ഊദ്യമാതിരി ഇവിടെ പിന്നെ മിമ്മൻ ഓടാൻ പറ്റൂല. ഫമൻ എന്ന് നൂന് പറഞ്ഞ പോലെ മിമ്മൻ എന്ന് പറ്റൂല, വ്യക്താക്കാൻ പാടില്ല. തെറ്റാണ് ആ ഊത്ത്, അങ്ങനെ ഓടാൻ പാടില്ല. ഈ നൂനിനെ വ്യക്താക്കരുത്, അവ്യക്താക്കുക. അതിന് ഇഖ്ഫാ എന്നാണ് അറബിയിൽ പറയാം. എന്നിട്ട് ആ സ്ഥാനത്ത് ഉന്നത്ത് കൊടുക്കണം. ഉന്നത്തറ മണിക്കുക. നൂന് വ്യക്താക്കാതെ ആ സ്ഥാനത്ത് ഉന്നത്തെ പാടുള്ളൂ, മണിക്കാനേ പാടുള്ളൂ. മിമ്മൻ കദബ അലല്ലാഹി. മിമ്മൻ എന്ന് പറയരുത്. മിമ്മൻ എന്ന് പറഞ്ഞാൽ നൂന് വെളിവായി. ഇഖ്ഫാണ്, അവ്യക്തമാക്കുക, സൈലന്റ്. ആ സ്ഥാനത്ത് ഉന്നത്ത് കൊടുക്കാം, മണിക്ക. മിമ്മൻ കദബ അലല്ലാഹി. ഇപ്പോഴും ആരോ മിമ്മൻ എന്ന് പറയുന്നുണ്ട്. അത് പറയാതിരിക്കാനുള്ള ഒരു എളുപ്പ വഴി ഞാൻ പറഞ്ഞുതരാം. ഞാൻ പറഞ്ഞതാണ് പലവട്ടം, എന്നാലും പറയാം. അത് നൂന് എവിടുന്നാ വരണത്? തൊള്ളിയിൽ നിന്നും അറിയരുത്. നൂന് എവിടുന്നാ വരണേ? നൂനിന്റെ മഖ്റജ് ഏതാ? നാന്ന് പറഞ്ഞു നോക്കി. നാ, നീ, നൂ എന്നൊക്കെ പറഞ്ഞു നോക്കി. ആ നാവിൻ്റെ അറ്റവും മേലെ പല്ലിൻ്റെ അറ്റവും അല്ലേ? ഇവിടെ ഓതുമ്പോൾ അവിടെ തട്ടാഞ്ഞാൽ മതി. നാവ് എന്ത് ചെയ്താൽ മതി? നാവ് അവിടെ തട്ടിയ നൂനാവും. നാവ് അവിടെ തട്ടാതെ നാവ് നടുവിൽ ഇങ്ങനെ പിടിച്ചാൽ മതി. മിമ്മൻ കദബ. ഇങ്ങനെ
നാവ് അവിടെ തട്ടിയാൽ നൂന ഔട്ടാ, പിന്നെ ഉന്നത്ത് കൊടുത്തിട്ട് കാര്യമില്ല. നാവ് അവിടെ തട്ടരുത്. എങ്ങനെയാണ്? മിമ്മൻ കദബ അലല്ലാഹി. എങ്ങനെയാണ്? തലക്കന്നെ ഫമൻ അളമു മിമ്മൻ കദബ അലല്ലാഹി. കാണാതെ وكذب بالصدق وكذب بالصدق. ഒന്നും കൂടി ഇനി തലക്കുന്ന കൂട്ടിയിട്ട് ഫമൻ അളമു വകദബ ബിസ്സിദ്ഖി. അവിടെ ഇനി പഠിച്ചാൽ പിന്നെ അലല്ലാഹിന്റെ അവിടെ വഖഫ് വേണ്ട, കൂട്ടി ഓതണം. ഓതട്ടെ. ഫമൻ അളമു മിമ്മൻ കദബ അലല്ലാഹി വകദബ. ഒന്നും കൂടി. ഞാൻ നിർത്താൻ പറഞ്ഞ വരെ ഒതുക്കോളി. നിങ്ങൾ കാണാതെ ഓതുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നത് വരെ ഞാൻ ഓതാൻ പറയും. ഒതുക്കോളി. ഫമൻ അളമു മിമ്മൻ കദബ ബിസ്സദ്ഖി. ഒന്നും കൂടി. ഓതട്ടെ. ഖുർആനിക്ക് നോക്കിക്കാണ്ട് തന്നെ ഊതിയാലേ കാണാൻ പഠിക്കൂല കേട്ടാ. ഇടക്കൊന്ന് ഖുർആനിന്ന് കണ്ണെടുക്കണം. ഒന്നും കൂടി. ഫമൻ അളമു മിമ്മൻ കദബ. ഒന്നും കൂടി. കാണാതെ. എളുപ്പത്തിൽ കാണാതെ പഠിക്കാനുള്ള പിന്നെ ഒരു കാര്യമാണ്, രണ്ട് കാര്യം. ഒന്ന്, എനിക്കിത് പഠിക്കാൻ കഴിയില്ല എന്നുള്ള ചിന്ത ആദ്യം പൂർണ്ണമായിട്ട് ഒഴിവാക്കുക. ഞാനിങ്ങനെ കാണാൻ പഠിക്കലോ നമുക്കുണ്ടാവില്ല എന്നുള്ളതുണ്ടല്ലോ, അത് ആ ചിന്ത ആദ്യം ഒഴിവാക്കുക. എനിക്ക് പറ്റും എന്ന് മനസ്സിലാക്കുക. അല്ലെങ്കിൽ എനിക്ക് എങ്ങനെയെങ്കിലൊക്കെ എനിക്കത് നിർബന്ധമാണ്, അത് പറ്റിയേ തീരുള്ളൂ എന്നുള്ളത്. കാരണം അള്ളാൻ്റെ കലാമാണ്, അത് ഹൃദയത്തിൽ വേണ്ടതാണ്. അപ്പോഴേ നമ്മൾ മരിക്കുള്ളൂ, അതിൻ്റെ ആശയം നിൽക്കുള്ളൂ. മറ്റേത് ഇങ്ങനെ കേട്ടിട്ട് മറന്നു പോകും. അതിനാണ് നമ്മൾ ഏറ്റവും വലിയ പ്രശ്നം. അപ്പം ഞാൻ പഠിക്കും എന്നാണ് തീരുമാനിക്കുക, പഠിക്കാൻ എന്നെ കൂടെ പറ്റും എന്ന് അത് പറയാം. മനസ്സിൽ പറ്റില്ല എന്നുള്ളത് ഉണ്ടെങ്കിൽ ഒഴിവാക്കാം. രണ്ടാമത്തെ കാര്യം, നിങ്ങൾ ഖുർആനിൽ നമ്മൾ നോക്കി ഓതുന്ന സമയത്ത് അതിലേക്ക് തന്നെ ശ്രദ്ധിക്കണം. അവിടെ തന്നെ അതിൽ ആ ഫമൻ എന്ന് പറയുമ്പം ആ സ്ഥലവും അളമു പറഞ്ഞതൊക്കെ ഇങ്ങനെ മനസ്സിൽ ഇങ്ങനെ കാണണം. അതിലേക്ക് തന്നെ ശ്രദ്ധ കൊടുത്തിട്ട്, അതിപ്പോൾ നമ്മളിപ്പം ബിസ്സിദ്ഖി എന്നുള്ളത് ചിലപ്പോൾ എവിടെ ആയിരിക്കും, ഒരു ആ പേജിൻ്റെ അവസാന ഭാഗത്തായിരിക്കും. ആ സ്ഥലം വരെ ഓർമ്മ ഉണ്ടാവും. അങ്ങനെയാണ് ഹിഫ്ലാക്കൽ. അവൾ ആ സ്ഥലം വരെ ഇപ്പോൾ ഫമൻ അളമു ചില ഖുർആനിൽ നടുവെന്നായിരിക്കും തുടങ്ങുക, ഒരു വരീൻ്റെ നടുവെന്നായിരിക്കും. ചിലത് ഒരു വരീൻ്റെ ആദ്യത്തെ തന്നെ. ഫമൻ അളമു നിങ്ങളെ കയ്യിലുള്ള ഖുർആനിൽ ഓടുന്ന തുടങ്ങണമെന്ന് വരെ ഉണ്ടാവും. അതുകൊണ്ടാണ് ഹാഫിദീങ്ങൾ, ഖുർആൻ മനപ്പാടാക്കിയ ഹാഫിദീങ്ങൾ ആ ഒരു ഖുർആനെ ഒരു ഓതുള്ളൂ, രണ്ട് ഖുർആൻ എടുക്കൂല, ഒരു ഖുർആൻ മാറ്റൂല. ഹാഫിദീങ്ങൾ ഖുർആൻ മാറ്റൂല. എന്താ കാരണം? പല ഖുർആനിൽ പല രൂപത്തിലേക്ക് അച്ചടി ഉണ്ടാകുക. മനസ്സിലായിട്ടല്ലേ? പേജിൽ വ്യത്യാസം ഉണ്ടാകും. അപ്പം ഖുർആൻ പഠിക്കുന്ന ആൾക്കാർ ഒരു ഖുർആൻ തന്നെ ഫോളോ ചെയ്യാനുള്ള കാരണം എന്താ? അവർക്ക് അറിയാം ഈ ആയത്ത് തുടങ്ങുന്നത് വരെ എവിടെയാണ് ആ പേജ് വരെ മനസ്സിലുണ്ടാവും. ആയത്ത് കാണാതെ പഠിക്കാൻ മാത്രമല്ല ചെയ്യുക, ആ പേജ് വരെ അവരെ ഹൃദയത്തിൽ ഫോട്ടോസ്റ്റാറ്റ് മാതിരി പതിഞ്ഞിട്ടുണ്ടാവും. ഇന്ന ആയത്ത് ഈ പിന്നെ സൈഡിലെ പേജിലാണ്, മറ്റേത് ഇപ്പുറത്തെ പേജിലാണ്. ഇത് മെയിൻ പുറത്താണ്, മറ്റേതിൻ്റെ അപ്പുറത്താണ്. ഈ ആയത്ത് ഇവിടുന്നാണ് തുടങ്ങുന്നത്. ഈ ആയത്ത് പിന്നെ അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹുൽ ഹയ്യുൽ ഖയ്യൂം എന്നുള്ള ആയത്തിനെ കുറിച്ച് തുടങ്ങുന്നത് തിൽക്കർ റസൂൽ എന്നുള്ള രണ്ടാമത്തെ ജുസീൻ്റെ പകുതിക്കെന്നാണ് തുടങ്ങുന്നത്. ആ സ്ഥലം വരെ ഓല മനസ്സിലുണ്ടാവും കാണാൻ പഠിക്കുന്ന ആൾക്കാർ. അപ്പോൾ നമ്മൾ കാണാൻ പഠിക്കാൻ നമ്മളും അത് തന്നെയാണ് ചെയ്യേണ്ടത്. നമ്മുടെ കയ്യിലുള്ള ഖുർആൻ ഒരു ഖുർആൻ തന്നെ എടുക്കുക. ഈ ഖുർആൻ പഠിച്ച് അടുത്ത ആഴ്ചയിലും വേറെ ഖുർആൻ എടുത്ത് അങ്ങനെ വരരുത്. ഒരു ഖുർആൻ തന്നെ നമ്മൾ എന്ത് ചെയ്യുക, കയ്യിൽ പിടിക്കുക. അത് നമുക്ക് മനപ്പാടാക്കാൻ ഏറ്റവും നല്ലതാണ്, നമ്മൾ മറന്നു പോകില്ല. ശരി, ഇപ്പോൾ നമ്മൾ ഓതിയത് കുറച്ച് മറന്നുണ്ടാവും. ഇനി രണ്ടാമത് ഓതി പറയട്ടെ. ഫമൻ അളമു വകദബ ബിസ്സിദ്ഖി ഇദ് ജാഅ. അവിടെ ഓഫ് ചെയ്താൽ മതി. ഒന്നും കൂടി.
ഇന്ന് അത്രേ പഠിക്കണുള്ളൂ. ബാക്കിയുള്ള അതിൻ്റെ ബാക്കി ഭാഗം അടുത്ത ക്ലാസ്സിലാണ്. അത് വേറൊരു വിഷയം തന്നെയാണ്. ഇത് വേറൊരു വിഷയമാണ്. വരട്ടെ, ഒന്നും കൂടി. അവിടെ മദ്ദുണ്ട്, നീട്ടണം. ഹൂന്നാണ്. ആ ഹൂമൽ വഖഫ് ചെയ്യരുത്. നിർത്തുമ്പോൾ കൂട്ടി ഓതുമ്പോൾ ജാഅഹു ഓതണം. വഖഫ് ചെയ്യുമ്പം ഈ എങ്ങനെയാണ് തലക്കന്നെ ഫമൻ അസ്ലമു മിമ്മൻ കദബ അലല്ലാഹി കദബ ബിസ്സിദ്ഖി. അള്ളാഹുവിൻ്റെ കിതാബിൽ അള്ളാഹുവിൻ്റെ ഒരു രേഖ ഉണ്ട്, ഖുർആൻ അല്ലാത്തൊരു രേഖ ഉണ്ട്. ആ രേഖയിൽ നമുക്കൊക്കെ ഓരോ നമ്പറുണ്ട്. നമുക്കൊക്കെ ഓരോ ദറജയുണ്ട്. മനസ്സിലാണ്ട പറഞ്ഞത്? ആ ദറജ എന്ന് പറഞ്ഞാൽ റാങ്ക് എന്നുള്ളതിന് അറബിയാണ് ദറജ A+ എന്നൊക്കെ പറയാം. ദറജ എന്ന റാങ്കാണ്. ആ ദറജ അതിങ്ങനെ ഉയർന്നു പോവാണ്. ഓരോ ദറജ ഉയരാണ്. എപ്പോഴാണ് ദറജ ഉയരാന്നറിയോ? നമ്മുടെ റാങ്ക് കൂടുന്നത്, അള്ളാഹുവിൻ്റെ അടുക്കൽ നമ്മളെ ദറജ ഉയരുന്നത്, നമ്മൾ അള്ളാഹുവിലേക്ക് കൂടുതൽ അടുക്കുക. അള്ളാഹുവിലേക്ക് അടുക്കേണ്ടത് എങ്ങനെയാണ്? അള്ളാഹിനെ നമ്മൾ കണ്ടിട്ടില്ല, അള്ളാഹിനെ നമുക്ക് കാണാൻ കഴിയില്ല, അള്ളാഹുവിൻ്റെ കലാമ് കേൾക്കാനേ കഴിയുള്ളൂ. അള്ളാഹുവിൻ്റെ കലാമിലൂടെയാണ് നമ്മൾ അള്ളാഹുവിലേക്ക് അടുക്കുക. മനസ്സിലാണ്ട പറഞ്ഞത്? മനസ്സിലാവുണ്ടോ? ഇപ്പം നിങ്ങൾ ഇങ്ങോട്ട് പള്ളിയിലേക്ക് കടന്നു വന്നപ്പോൾ ഉള്ള ദറജ അല്ല അപ്പം ഉള്ളത്. ഇപ്പം നിങ്ങൾ പള്ളിയിലേക്ക് കടന്നു വരുമ്പോൾ മരിച്ചെന്ന് വിചാരിച്ചോളി. ആ സ്റ്റെപ്പ് മേലാണ്ട് കഴിഞ്ഞു വീണാണ്ട് മരിച്ചു വിചാരിച്ചോളി. ആ ദറജ അല്ല അപ്പം ഉള്ളത്. ദറജ കൂടി. അപ്പം ഉണ്ടാകുന്ന ദറജ അതിന് മുമ്പുള്ളത് വരെയുള്ളൂ. ഇപ്പം നിങ്ങൾ ഒരുപാട് തവണ ഈ ആയത്ത് ഓതി, എത്ര വട്ടങ്ങൾ ഓതി എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് എണ്ണം പറയാൻ കഴിയില്ല. ആർക്കും പറയാൻ കഴിയില്ല. ഞാൻ ഉറപ്പ് പറഞ്ഞുതരാം. എത്ര വട്ടങ്ങൾ ഓതി എന്ന് ചോദിച്ചാൽ നമ്മളാരും എണ്ണം എടുത്തിട്ടില്ല. പക്ഷേ ഇത് രേഖയാണ് അള്ളാഹ് എടുക്കൽ. നമ്മൾ എണ്ണം പിടിക്കേണ്ട കാര്യമില്ല. അള്ളാഹ് എടുക്കൽ രേഖയാണ്. ഓരോ വട്ടം ആവർത്തിച്ചപ്പോഴും എന്തായി? നമ്മളെ ദറജ ഉയർന്നു വരികയാണ്. മനസ്സിലാണ്ട് നിങ്ങൾക്ക് പറഞ്ഞേ? ഒരാൾ മരിച്ചു എന്ന് കേട്ടാൽ നമ്മൾ ആ മയ്യത്ത് കാണാൻ പോയാൽ നമ്മൾ എന്താ പറയുക? മയ്യത്ത് കാണാൻ പോയാൽ നമ്മൾ പറയണ വാർത്ത എന്താണ്? വർഫഇ ദറജതഹു ഫിൽ മഹ്ദിയീൻ. വർഫഇ ദറജതഹു, അദ്ദേഹത്തിന് ദറജ ഉയർത്തി കൊടുക്കും പടച്ചോനേന്നാ പറയാം. മയ്യത്ത് കാണുമ്പോഴുള്ള ദുആയാണത്. മയ്യത്ത് കാണുമ്പോഴുള്ള ദുആ അവസാനിക്കുന്നത് എങ്ങനെയാണ്? വർഫഇ ദറജതഹു ഫിൽ മഹ്ദിയീൻ. മഹ്ദി എന്ന് പറഞ്ഞാൽ ഖുർആൻ പഠിക്കണവനാണ് കേട്ടോ. മഹ്ദി എന്ന് പറഞ്ഞാലാണ് ഖുർആൻ പഠിക്കണവനാണ്. ഇൻഷാ അല്ലാഹ് നമുക്ക് വരാൻ പോകുന്നുണ്ട്. മഹ്ദിയീങ്ങളിൽ ദറജ ഉയർത്തി കൊടുക്കുക പടച്ചോനേന്നാണ്. അപ്പം അയിമക്കാട് കയറി നിൽക്കാത്തവനത് ഉയരൂല. അതും കൂടി മനസ്സിലാക്കിക്കൊള്ളി. ഖുർആൻ പഠിക്കൽ അത്ര നിർബന്ധമാണ്. ഒഴിവുണ്ടെങ്കിൽ പഠിച്ചാൽ മാത്രം പോരാ. നമ്മളെല്ലാ ഒഴിവുണ്ടെങ്കിലും പഠിക്കണ സംഗതി എല്ലാം നിർബന്ധമാണ്. കാരണം ഇത് ഒരാൾ നമുക്ക് പറഞ്ഞിട്ട് ഉയർന്നത് കിട്ടണമെങ്കിൽ ആ അതിന് സ്റ്റെപ്പ് മേലാണ് കയറി നിന്നാൽ അത് ഉയരുള്ളൂ. കയറി നിൽക്കലാണ് എന്ത്? ഖുർആൻ പഠിക്കാൻ വരിക എന്നാലേ. അപ്പോൾ പടച്ചോനെ മഹ്ദിയങ്ങൾക്ക് ദറജ ഉയർത്തി കൊടുക്ക്. മഹ്ദിയെ ഖുർആൻ പഠിക്കാത്തവർക്ക് ഒരു ദറജയില്ല. ഒന്നെങ്കിലും ആകണം. എന്നെങ്കിൽ ആ ഒന്നുമെന്ന് അങ്ങനെ കൂടി പോവുള്ളൂ. മനസ്സിലാണല്ലോ? പൂജത്തുമ്പോൾ തന്നെ ഉയർന്ന് കിട്ടൂല. പട്ട പൂജയായിരിക്കും. അത് എന്തുകൊണ്ടാണെന്നുള്ള അടുത്ത ആയത്ത് വരാൻ പോകുന്നു. അടുത്ത ആയത്തുകളിൽ അതിൻ്റെ വിഷയങ്ങൾ പറയാൻ പോകുന്നുണ്ട്. ഖുർആൻ പഠിക്കാത്തവർക്ക് ഒരു ദറജയില്ല എന്നുള്ളത് ഒരു മുസ്ലിമിൻ്റെ നിർബന്ധമായ കടമയാണ് ഖുർആൻ പഠിക്കൽ. ഒഴിച്ചുകൂടാൻ പറ്റാത്ത നിർബന്ധമായ കാര്യമാണ് ഇത് പഠിക്കൽ. എന്തുകൊണ്ട്? വർഫഇ ദറജതഹു ഫിൽ മഹ്ദി. അവൻ്റെ സ്ഥാനം അള്ളാഹിൻ്റെ അടുക്കൽ ഉയർന്ന് കിട്ടണം. അപ്പോൾ നമ്മൾ ഇത്രയും തവണ നമ്മളിത് പറഞ്ഞു. എത്ര പറയുന്നുവോ എത്ര പഠിക്കുന്നുവോ അതിനനുസരിച്ച് നമ്മളെ സ്ഥാനം അള്ളാഹിൻ്റെ അടുക്കൽ ഉയർന്നു വരും. സ്ഥാനം ഉയരുമ്പോൾ ഉണ്ടാകുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മളെ തിന്മകളൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് മാഞ്ഞു പോകും. നമ്മുടെ അടുത്ത് വന്ന വീഴ്ചകളും കുറവുകളൊക്കെ മനുഷ്യത്വപരമായ ചുറ്റുപാടുണ്ടാകും. നമ്മളെ കണ്ണുകൊണ്ട് വന്നത്, കാതുകൊണ്ട് വന്നത് ഒക്കെ ഉണ്ടാകും. പർച്ചേസ് ചെയ്യാത്ത പല കാര്യങ്ങളും, വിരോധിച്ച പല കാര്യങ്ങളും നമ്മൾ ചെയ്തു പോയിട്ടുണ്ടാകും. പക്ഷേ അള്ളാഹുവിലേക്ക് നമ്മൾ കൂടുതൽ അടുക്കുമ്പോൾ അതെന്തെങ്കിലും നമുക്ക് ആ ചെയ്ത മാപ്പാക്കി അങ്ങനെ മാപ്പ് നിൽക്കുമ്പോൾ നമ്മളെ ദറജ അത് മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ ഈ ആലോചിക്കാൻ. ശരി, പോകട്ടെ. أظلم ممن كذب على الله
ഒന്നും കൂടി. ഒന്നും കൂടി. കാണാതെ. ഒന്നും കൂടി. ഇനി ഖുർആൻ നോക്കി. ഫമൻ, ഫ എന്ന് പറഞ്ഞാൽ അപ്പോൾ, എന്നാൽ എന്നൊക്കെയാണ് അർത്ഥം. മൻ അല്ലം, മൻ എന്ന് പറഞ്ഞാൽ ആരാണ്. മൻ എന്ന് പറഞ്ഞാൽ ആരാണ്. അല്ലിലം, അല്ലിലം എന്ന് പറഞ്ഞാൽ രണ്ട് അർത്ഥത്തിൽ അല്ലിലം പറയും. ശ്രദ്ധിക്കാം. ഒന്ന് ലാലിം, ലാലിം എന്ന് പറഞ്ഞാൽ അക്രമി. ഇതിൻ്റെ ഇസ്മു തഫ്ദീൽ അല്ലിലം, ഏറ്റവും വലിയ അക്രമി. പിന്നെ ക്രിയയായിട്ട് ലലമ, അക്രമം ചെയ്തു, ലലമ. അതിൻ്റെ മസീദിയായിട്ടുള്ള വാക്ക് അളിലമ. രണ്ടുപേരും. ഇവിടെ മൻ അളിലം എന്നാണ്. മൻ എന്ന് പറഞ്ഞാൽ ആര്. അളിലം ഏറ്റവും വലിയ അക്രമം, ഏറ്റവും വലിയ അക്രമം. അപ്പം കബീർ, കബീർ എന്നാണ് വലിയവൻ. അക്ബർ എന്താർത്ഥം? ഏറ്റവും വലിയവൻ. അപ്പം ഈ അഫ്അൽ വസ്നിൽ വരുന്ന എല്ലാ ഇസ്മുകൾക്കും ഇസ്മു തഫ്ദീൽ എന്ന് പറയും. അതായത് ഏറ്റവും വലിയ. ഹസൻ, ഹസൻ നല്ലത്. അഹ്സൻ, ഫളിൽ, അഫ്ളൽ. അഫ്ളൽ എന്ന് പറഞ്ഞാൽ ഏറ്റവും ശ്രേഷ്ഠമായ. മനസ്സിലാണ്ട് പറഞ്ഞേ. ഇതേപോലെ അള്ളിലം എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ അക്രമി. മൻ അള്ളിലം, മൻ അള്ളിലം, ഏറ്റവും വലിയ അക്രമി ആരാണ്? അല്ല ചോദിക്കണം. ഫ അപ്പോൾ മൻ അള്ളിലം, ഏറ്റവും വലിയ ദുൽമ ചെയ്തവൻ ആരാണ്? ഇവിടെ ഇങ്ങോട്ട് വരിട്ടോ. അതായത് നമ്മളിതിന് നേരെ മുകളിലുള്ള ആയത്ത് തഹാസുമാണ്. എന്താ തഹാസും എന്ന് പറഞ്ഞാൽ? കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്. തഹാസുമു അഹ്ലുന്നാർ ഹക്കാണെന്ന് പറഞ്ഞ്. തഹാസുമ് മേലെ ആയത്തിൽ പഠിച്ച തഹാസും എന്താണ്? യഹ്തസിമു എന്ന് പറഞ്ഞില്ലേ? വഴക്കൂട. തഹാസും അതാണ്, വഴക്ക് കൂടുതലാണ്. ആ തഹാസുമ് ഹക്കാന്ന് ഖുർആൻ പറഞ്ഞതാണ്. ആ തഹാസുമിൽ അള്ളാഹുവിൻ്റെ മുന്നിൽ പരസ്പരം തർക്കിക്കുന്ന വിഷയത്തിൽ വരുന്ന തർക്കം, ഏറ്റവും വലിയ തർക്കം എന്താണ്? അള്ളാഹുവിന് ഇബാദത്ത് ചെയ്ത വിഷയവും അല്ലാത്തവർക്ക് ഇബാദത്ത് ചെയ്ത വിഷയമാണ് വരണേ. മനസ്സിലാണ്ട പറഞ്ഞേ. അപ്പൊ അള്ളാഹു തആല അത് എവിടെ നമുക്ക് കിട്ടിയത്? ഈ ആയത്തിൽ എന്തേ പറഞ്ഞിട്ടുള്ളൂ? നിങ്ങൾ മരിക്കും നബിയെ, താങ്കളും ഇന്നക്ക മയ്യത്തുൻ വൈന്നഹും. എന്നിട്ട് അള്ളാഹ് പറഞ്ഞു ഖിയാമത്ത് നാളിൽ ഇവർ പരസ്പരം തർക്കിക്കുന്നതാണ്. ആ തർക്കിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വിശദമായിട്ട് പഠിച്ചതാണ്. ഏതൊക്കെ കാര്യത്തിലാണ് തർക്കം ഉണ്ടാകുക, ആരൊക്കെ തമ്മിലാണ് തർക്കം ഉണ്ടാകുക എന്നൊക്കെ പറഞ്ഞതാണ്. അത് പഠിച്ചാൽ മാത്രമേ നമുക്ക് ഇത് മനസ്സിലാവുള്ളൂ. ഈ ആയത്തിൽ എന്തു പറയുന്നില്ല? തർക്കിക്കുന്നവരെന്നെ പറഞ്ഞിട്ടുള്ളൂ. ആ ആയത്തിൽ നമ്മൾ തദബ്ബുർ ചെയ്ത് പഠിച്ചതാണ്. ആ തഹാസുമ് വരുന്ന കുറേ സ്ഥലങ്ങൾ ഞാൻ പറഞ്ഞു തന്നിരുന്നു, ഓർമ്മല്ലേ? നമ്പറൊക്കെ എഴുതിയിട്ടില്ലേ? നമ്മൾ നോക്കിയതാണ്. അതിലേറ്റവും വലിയ തർക്കം നടക്കുന്നത് ഇബാദത്തുമായി ബന്ധപ്പെട്ട വിഷയത്തിലാണ്. അതുകൊണ്ടാണ് അല്ലാഹു തആല ഈ തഹാസുമിനെ പറ്റി പറഞ്ഞതിന് ശേഷം ഏറ്റവും വലിയ അക്രമം ചെയ്തവൻ ആരാന്ന് പറയണത്. മനസ്സിലാണ്ടല്ലോ പറഞ്ഞത്? ശരി, ഇതിലേക്ക് വരും. മിമ്മൻ, യാതൊരുവനേക്കാൾ. മിൻ പ്ലസ് മൻ, മിൻ പ്ലസ് മൻ, അതാണ് മിമ്മൻ എന്ന് പറഞ്ഞത്. മിമ്മൻ, മൻ എന്ന യാതൊരുവൻ, മിൻ എന്ന ഇൽ നിന്ന്. മിന്നും മന്നും നമ്മളെ വ്യത്യാസമാണ്. മിൻ എന്ന ഫ്രം, മിൻ. മൻ എന്ന ആര്. ആ രണ്ടും കൂടി കൂട്ടി എന്തായി? മിമ്മൻ. എന്താണ്? മിം. മിമ്മൻ എന്നുള്ള ഒറ്റ വാക്കല്ല, മിൻ പ്ലസ് മൻ, അതാണ് എന്ത്? മിമ്മൻ. യാതൊരുവനേക്കാൾ. എന്താർത്ഥം?
യാതൊരുവനേക്കാൾ. അപ്പോൾ എങ്ങനെ അർത്ഥം പറയാം? ഫ അപ്പോൾ മൻ അഗ്ലം ഏറ്റവും വലിയ അക്രമി ആരാണ്? മിമ്മൻ യാതൊരുവനേക്കാൾ. അർത്ഥം മനസ്സിലായിണ്ട? ഖുറാനിൽ കൈവെക്കണം. ഖുറാനിൽ കൈവച്ചിട്ട് നോക്കണം. ഒന്നുകൂടി പറഞ്ഞോളൂ. ഫ അപ്പോൾ മൻ മൻ ആരാണ്? മൻ ആരാണ്? അഗ്ലം ഏറ്റവും വലിയ അക്രമി. മിമ്മൻ യാതൊരുവനേക്കാൾ. യാതൊരുവൻ ആരാന്ന് പറയാൻ പോവാണ്. കദബ അലല്ലാഹി. എന്താണ്? കദബ അലല്ലാഹി. കദബ എന്ന് പറഞ്ഞാൽ കളവ് പറഞ്ഞു. കദബ അതിന്റെ മുളാരി യക്ദിബു എന്നാണ്. കദബ യക്ദിബു കദിബുൻ. മസ്ദർ കദിബുൻ. കദബ യക്ദിബു. കദബ എന്ന് പറഞ്ഞാൽ കളവ് പറഞ്ഞു. യക്ദിബു കളവ് പറയും, കളവ് പറയുന്നു. മുസ്തഖ്ബിൽ ഹാലിർ ആണ് മുളാരിക്ക് അർത്ഥം കിട്ടുക. കദിബു എന്ന് പറഞ്ഞാൽ കളവ്. അപ്പൊ കദബ എന്താർത്ഥം? കളവ് പറഞ്ഞു. അലല്ലാഹി അല്ലാഹുവിന്റെ മേൽ. അല എന്ന് പറഞ്ഞ മേൽ എന്നാണ്. അലത്തോല മേശന്റെ മേൽ. അല റഅസി തലയുടെ മേൽ എന്നൊക്കെ പറയാം. അല എന്ന് പറഞ്ഞ മേൽ. അലല്ലാഹി അല്ലാഹു. അപ്പൊ അല്ലാഹുവിന്റെ മേൽ കളവ് പറഞ്ഞവനേക്കാൾ ഏറ്റവും വലിയ അക്രമി ആരാണ്? അള്ളാഹുവിൻ്റെ മേൽ കളവ് പറഞ്ഞവനേക്കാൾ ഏറ്റവും വലിയ അക്രമി ആരാണ്? അള്ളാഹുവിൻ്റെ മേൽ കളവ് പറയാന്ന് പറഞ്ഞാൽ അള്ളാഹ് പറയാത്ത കാര്യം പറയും. അള്ളാഹുവിൻ്റെ മേൽ കളവ് പറയാന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ കളവ് വരുന്നത് അള്ളാഹ് പറയാത്ത കാര്യം പറയലാണ്. ഇൻഷാ അല്ലാഹ് അതിൻ്റെ വിശദീകരണം വരുമ്പോൾ ഒന്നും കൂടി വ്യക്തമാവും. മനസ്സിലാകണ്ട? ഒരു ഉദാഹരണം പറയാം. അള്ളാഹ് പറയാണ്, അള്ളാഹിനെ പറ്റി ഒരാൾ ചോദിച്ചാൽ, നമ്മൾ പഠിച്ചതാണെന്ന് ഒന്നുകൂടി പറയാം, ആരാണ് അള്ളാഹ് എന്ന് അള്ളാഹിനെ അറിയാത്ത ഒരാൾ ചോദിക്കുകയാണ്. അള്ളാഹിനെ അറിയാത്ത ഒരാൾ ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ ഈ പറഞ്ഞ അള്ളാഹ് എന്ന് പറഞ്ഞാൽ ആരാണ്? ഒരു ആൾ ചോദിക്കണം, നബിനോട് പറയണേ. എന്താ പറഞ്ഞത്? ഇപ്പം ഇതാ സഅലക, നിന്നോട് ചോദിച്ചാൽ, ഇബാദി എൻ്റെ അടിമകളിൽപ്പെട്ട ആരെങ്കിലും ഒരാൾ എന്നെപ്പറ്റി നിന്നോട് ചോദിച്ചാൽ, ഇതാ സഅലക ഇബാദി അന്നി, അള്ളാഹ് പറയാണ് എന്നെപ്പറ്റി അതായത് ഈ അള്ളാഹ് എന്ന് പറഞ്ഞാൽ ആരാണ് എന്ന് നിന്നോട് ചോദിച്ചാൽ, എന്താ ചോദ്യം? വൈദാ സഅലക ഇബാദി അന്നി, അപ്പോൾ നീ പറയണം, ഇന്നി തീർച്ചയായും ഞാൻ ഖരീബുൻ അടുത്തവനാണ്. ഇതാണ് അള്ളാഹിനെ പറ്റി പറഞ്ഞത്. ഇനി മനുഷ്യന്മാർ എന്താ ഉണ്ടാക്കിയത്? അള്ളാഹുവിലേക്ക് അടുക്കാൻ ആൾ വേണമെന്നാണ്. മനുഷ്യന്മാർ പറഞ്ഞ കളവെന്താണ്? അള്ളാഹുവിലേക്ക് അടുക്കാൻ ഒരു മധ്യവർത്തി വേണം. അള്ളാഹ് എന്ന് പറഞ്ഞാൽ ഒരു മന്ത്രിൻ്റെ അടുക്കൽ ഒരു MLA മുഖേന പോണ പോലെയാണ്. പഞ്ചായത്ത് പ്രസിഡന്റ് അടുക്കൽ ഒരു മെമ്പർ മുഖേന പോണ പോലെയാണ്. മനസ്സിലാണ്ട പറഞ്ഞത്? ഇതാണ് മനുഷ്യന്മാർ ആരെപ്പറ്റി പറഞ്ഞ കളവ്? അള്ളാഹിനെ പറ്റി പറഞ്ഞ കളവ്. അള്ളാഹ് എന്താ പറഞ്ഞത്? എന്നെപ്പറ്റി ചോദിച്ചാൽ ഞാൻ ആരാന്ന് പറയണം? ഖരീബാന്ന് പറയണം. തീർന്നിട്ടില്ല. അതിൻ്റെ ബാക്കി എന്താ അറിയോ? അതുകൊണ്ട് ആരെങ്കിലും ദുആ ചെയ്യുന്നുണ്ടെങ്കിൽ അവർ എന്നോട് ദുആ ചെയ്യട്ടെ. ഉജീബു, ഞാൻ ഉത്തരം കൊടുക്കും. ഉജീബു, ഞാൻ ഉത്തരം കൊടുക്കും. ദഅവത ദാഇ, പ്രാർത്ഥിക്കുന്നവൻ്റെ പ്രാർത്ഥനയ്ക്ക് ഞാൻ ഉത്തരം കൊടുക്കും. ആര് പറയാ? അള്ളാഹ് പറയാം. മനുഷ്യന്മാർ അള്ളാഹിന്റെ മേൽ പറഞ്ഞ കളവെന്താണ്? ഉത്തരം കിട്ടൂല. അള്ളാഹിനോട് ഡയറക്റ്റ് പ്രാർത്ഥിച്ചാൽ ഉത്തരം കിട്ടൂല. അതുകൊണ്ട് എന്ത് ചെയ്യണം? ഇടയിൽ ചില കാര്യങ്ങൾ, ചില മധ്യവർത്തികൾ വേണം. ഇതിനേക്കാൾ വലിയ അക്രമി ആരാണ്? കാരണം അത് ശിർക്കാണ്. ഇന്ന ശിർക്കല ഗുൽമുൻ. അപ്പം അള്ളാഹുവിൻ്റെ മേൽ കളവ് പറയണമെങ്കിൽ എന്ത് വേണം? ബാക്കി കദബ പറഞ്ഞ കളവ് പറഞ്ഞു. കദബ എന്ന് പറഞ്ഞാൽ കളവാക്കി. കദബ കളവ് പറഞ്ഞു. കദബ എന്ന് പറഞ്ഞാൽ കളവാക്കി. കദബന്റെ മുളാരി യുകദ്ദിബുനാണ്. മസ്ദർ എന്താണ്? തക്ദീബ്. എന്താണ്? തക്ദീബ്, കളവാക്കൽ. കദബ യക്ദിബു കദിബാണ്. കദബ യുകദ്ദിബു തക്ദീബാണ്. രണ്ട് ക്രിയയാണ്, രണ്ട് വ്യത്യസ്ത ക്രിയയാണ്.
കദബ എന്ന് പറഞ്ഞാൽ കളവാക്കി, കളവ് പറഞ്ഞു. കദബ എന്ന് പറഞ്ഞാൽ കളവാക്കി, കളവാക്കുക. എന്തിനാ കളവാക്കി? വായിക്കേ. കദബ ബിസ്സിദ്ഖ്, സിദ്ഖിനെ കൊണ്ട്. ബി എന്ന് പറഞ്ഞാൽ കൊണ്ട്, ബി പ്ലസ് അസ്സിദ്ഖ്, അതാണ് ബിസ്സിദ്ഖ് എന്ന് പറഞ്ഞാൽ. ബി എന്ന് പറഞ്ഞാൽ കൊണ്ട് എന്നാണ്. അപ്പം കതബ ബിൽ കലമി, കതബ എഴുതി, ബിൽ കലമി എന്തുകൊണ്ട്? പേന കൊണ്ട്. കൊണ്ട് എന്നുള്ളതിന് അറബിയിൽ ബി എന്നാ പറയാം, ബി. അപ്പൊ കദബ കളവാക്കി. ഉവകദബ വാവായിട്ട് ചേർക്കാൻ, അത്ഫാണ്, ചേർക്കാനാണ്. ഉവകദബ കളവാക്കുകയും ചെയ്തു. എന്തിനെ? ബിസ്സിദ്ഖ്, സത്യത്തെ കൊണ്ട്. എന്താ സത്യം? ഖുർആനാണ്. അതിന് വരാൻ പോകുന്നുണ്ട്. വകദബ ബിസ്സിദ്ഖ്, സത്യത്തെ കൊണ്ട് കളവാക്കുകയും ചെയ്തു. എപ്പോ? ഇത് ജാഅഹു, ആ സത്യം വന്ന സന്ദർഭത്തിൽ. ഇതെന്ന് പറഞ്ഞ സന്ദർഭം. ജാഅ എന്ന് പറഞ്ഞാൽ വന്നു. ജാഅഹു, ഹു എന്ന് പറഞ്ഞാൽ സിദ്ഖ്. ഇത് ജാഅഹു, ആ സത്യം അവന് വന്നപ്പോൾ. ആ സത്യം വന്നപ്പോൾ ആ സത്യത്തെ കളവാക്കുകയും ചെയ്തവനേക്കാൾ ഏറ്റവും വലിയ അക്രമി ആരാണ്? ഖുർആനാകുന്ന സത്യത്തെ കളവാക്കിയെങ്കിൽ മാത്രമേ അള്ളാഹിൻ്റെ പേരിൽ എന്ത് പറയാൻ പറ്റുള്ളൂ? കളവ് പറയാൻ പറ്റുള്ളൂ. ആശയം മനസ്സിലായോ? അപ്പം അള്ളാഹുവിൻ്റെ മേൽ കളവ് പറഞ്ഞവനേക്കാൾ ഏറ്റവും വലിയ അക്രമി ആരാണെന്ന് വെച്ചാൽ ആരുമില്ല എന്നാണ്. വേറെ ആരുമില്ല, അവൻ തന്നെയാണ് ഏറ്റവും വലിയ അക്രമി. അതെങ്ങനെ അർത്ഥം വരും? ഒന്നും പറഞ്ഞോളി. ഫമൻ, അപ്പോൾ ആരാണ്? അദ്ലം മിമ്മൻ, യാതൊരുവനേക്കാൾ. കദബ അലല്ലാഹി, അള്ളാഹുവിൻ്റെ മേൽ കളവ് പറഞ്ഞവൻ. കദബ കളവ് പറഞ്ഞു എന്നാണ്. കളവാക്കി എന്ന് പറഞ്ഞാൽ കദബ പറയണം. അപ്പോൾ ഒരുമിച്ച് അർത്ഥം പറഞ്ഞോളൂ. ഫമൻ അദ്ലമ മിമ്മൻ കദബ അലല്ലാഹി, അള്ളാഹുവിൻ്റെ മേൽ കളവ് പറഞ്ഞവനേക്കാൾ ഏറ്റവും വലിയ അക്രമി ആരാണ്? വകദബ, കളവാക്കുകയും ചെയ്തു. ആ വാവിന് അർത്ഥം വേണം അവിടെ. വാവിൻ്റെ അർത്ഥമാണ് കദബ, കളവാക്കി. വകദബ, കളവാക്കുകയും ചെയ്തു. ബിസ്സിദ്ഖി, സത്യത്തെ കൊണ്ട്. ബിസ്സിദ്ഖി, സത്യത്തെ കൊണ്ട്. ഇത് ജാഅഹു, ആ സത്യം അവനെ വന്നെത്തിയപ്പോൾ. ജാ എന്ന് പറഞ്ഞാൽ വന്നു, ജാ വന്നു. ഇത് ജാഅഹു, ആ സത്യം അവനെ വന്നെത്തിയപ്പോൾ. ആ സത്യത്തെ കളവാക്കിയവനേക്കാളും വലിയ അക്രമി എഴുതിക്കൊള്ളു. അദ്ലമ് ഏറ്റവും വലിയ അക്രമി. അദ്ലം. മിമ്മൻ എന്ന് പറഞ്ഞാൽ മിൻ പ്ലസ് മൻ, മിമ്മൻ, യാതൊരുവനേക്കാൾ. മിമ്മൻ. പിന്നെ ഇതേണ്ടത് കദബ യക്ദിബു കദിബുൻ. കദബ യക്ദിബു കദിബുൻ. കദബ കളവ് പറഞ്ഞു, യക്ദിബു കളവ് പറയും, കളവ് പറയുന്നു. കദിബുൻ കളവ് പറയൽ. കദബ കളവ് പറഞ്ഞു. അലല്ലാഹി, അള്ളാഹുവിൻ്റെ മേൽ. പിന്നെ അടുത്ത വാക്ക് കദബ, കളവാക്കി. കദബ കളവാക്കി. മുളാരി എന്താണ്? യുകദ്ദിബു. കദബ ബോർഡിലുണ്ട്, നോക്കി എഴുതിക്കോളൂ. കദബ യുകദ്ദിബു തക്ദീബ്. കദബ യുകദ്ദിബു തക്ദീബ്. കദബ കളവാക്കി. യുകദ്ദിബു കളവാക്കും, കളവാക്കുന്നു. തക്ദീബ് കളവാക്കൽ.
സിദ്ക്ക് എന്ന് പറഞ്ഞാൽ സത്യം, സിദ്ക്ക് സത്യം. ജാ വന്നു, ജാ വന്നു. കദ്ദബ കളവാക്കി, കദ്ദബ കളവാക്കി. ഇത് എന്നാണ് സന്ദർഭം, ഇത് സന്ദർഭം. ഇത് ജാ വന്ന സന്ദർഭം, വന്ന സന്ദർഭം. ഇദാ ജാഅഹു എന്നാണ്. ഇദാ ജാഅ നസ്റുല്ലാഹ് കേട്ടില്ലേ? ഇദാ ജാഅഹു എന്നാണ്. അവിടെ ആ അലിഫ് മഹ്റൂഫാണ്. ഇദാ ജാഅ എന്ന് ഓതാൻ പറ്റില്ല. ഇത് ജാഅ, മനസ്സിലല്ലേ പറഞ്ഞത്? അത് ഒരു മഹ്റൂഫായിട്ട് ഉപയോഗിച്ചെന്ന് മാത്രം. ഖുർആനിൽ അങ്ങനെ ചില മാസം ഒപ്പിക്കണ ചില സ്ഥലങ്ങളുണ്ട്. അല്ലാഹു തആല ഖുർആനിൻ്റെ അതിൻ്റെ ഭംഗിക്ക് വേണ്ടി ഇത് വന്നെത്തിയപ്പോൾ എന്നാണ് ശരി. ഇദാ ജാഅ, സത്യം അവന് വന്നെത്തിയപ്പോൾ. അപ്പോൾ ഒരുമിച്ച് അർത്ഥം ചെയ്തിക്കോളും. അള്ളാഹുവിൻ്റെ മേൽ കളവ് പറയുകയും, അള്ളാഹുവിൻ്റെ മേൽ കളവ് പറയുകയും സത്യം അവന് വന്നെത്തിയപ്പോൾ, സത്യം അവന് വന്നെത്തിയപ്പോൾ അതിനെ കളവാക്കുകയും, അതിനെ കളവാക്കുകയും ചെയ്തവനേക്കാൾ ഏറ്റവും വലിയ അക്രമി ആരുണ്ട്? അപ്പോൾ അള്ളാഹുവിൻ്റെ മുന്നിൽ മനുഷ്യന്മാർ ഖിയാമത്ത് നാളിൽ തർക്കിക്കുന്ന വിഷയത്തിലെ പ്രധാനപ്പെട്ട കാര്യം അള്ളാഹുവുമായി ബന്ധപ്പെട്ട അവൻ്റെ ഇബാദത്തുമായി ബന്ധപ്പെട്ട വിഷയത്തിലാണ്. അതിൽ തെറ്റിയവനാണ് ഏറ്റവും വലിയ അക്രമി. അതുകൊണ്ടാണ് ഈ ആയത്ത് അതിനു ശേഷം വന്ന ആ ഫ എന്നത് അതിലേക്കാണ് സൂചിപ്പിക്കുന്നത്. ഇനി ഈ ആയത്തിൽ നമുക്ക് പഠിക്കാനുള്ളത് ഖുർആനിൽ 16 സ്ഥലത്ത് ആവർത്തിച്ചു വന്ന പ്രയോഗമാണ് മൻ അള്ളാഹ്. നോട്ട് ചെയ്യണം. എന്താണ് മൻ അള്ളാഹ്? ഏറ്റവും വലിയ അക്രമി ആരാണ്? മൻ അള്ളാഹ്. മൻ അള്ളാഹ്.
16 സ്ഥലത്ത് അല്ലാഹു തആല ആവർത്തിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ തദബ്ബുർ ചെയ്യാൻ പോകുന്ന കാര്യം, നമ്മളൊരിക്കലും ഇത്തരം ഒരു അവസ്ഥയിൽ പെടാൻ പാടില്ല. ഈ ഒരു വിഷയം മാത്രമല്ല കേട്ടോ, ഏത് അള്ളാഹിൻ്റെ മേൽ കളവ് പറഞ്ഞ അത് അള്ളാഹ് ആവർത്തിച്ച് ഇനിയും പല സ്ഥലത്ത് പറയുന്നുണ്ട്. അത് കൂടാതെ വേറെ ചില കാര്യങ്ങൾ കൂടി അള്ളാഹു മൻ അദ്ലം എന്ന പരിധിയിൽ പെടുത്തുന്നുണ്ട്. അത് ഏതൊക്കെ കാര്യങ്ങളാണെന്ന് നമ്മൾ അറിയണം. ഈ ആയത്ത് പഠിക്കുമ്പോൾ നമ്മളത് പഠിക്കേണ്ടതാണ്. മനസ്സിലാകണ്ടോ? എന്താണ് മൻ? വിഷയം എന്താണെന്ന് മനസ്സിലാക്കണം. വെറുതെ എങ്ങനെ കുറേ കേട്ട് പോയിട്ട് കാര്യമില്ല. കാരണം ഒരിക്കലും അള്ളാഹിൻ്റെ മുന്നിൽ ഏറ്റവും വലിയൊരു ദ്രോഹിയായി നമ്മൾ നിൽക്കേണ്ട അവസ്ഥ ഉണ്ടാകരുത്. അള്ളാഹിൻ്റെ മുന്നിൽ നിൽക്കേണ്ടി വരുന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. അപ്പം അമ്മാമൻ ഖാഫ മഖാമ റബ്ബിഹി, റബ്ബിൻ്റെ മുന്നിലുള്ള ആ മക്കാമിനെ പേടിക്കണം നമ്മൾ. അങ്ങനെ പേടിച്ചാരെങ്കിലും ജീവിച്ചാൽ അവൻ്റെ മഅ്വ സങ്കേതം സ്വർഗ്ഗമാണ്. ഇന്നൽ ജന്നത ഹിയൽ മഅ്വ. അള്ളാഹിൻ്റെ മുന്നിൽ ഒരു മക്കാമുണ്ട്, നിൽക്കേണ്ടി വരും. ഏറ്റവും കൂടുതൽ പേടിക്കേണ്ട സംഗതി അതാണ്, ആ മക്കാമിനെയാണ്. മറുപടി നമ്മൾ പറയേണ്ടി വരും. വ്യക്തമായ ഹിസാബ് ഉണ്ടാവും. നമുക്ക് എന്തൊക്കെ തന്നോ അതിനെപ്പറ്റിയൊക്കെ ഹിസാബ് ഉണ്ടാകും. കണക്ക് ചോദിക്കും. കണക്ക് ചോദിച്ചോളിന്ന് പ്രശ്നമില്ല എന്ന് പറഞ്ഞ് ഏറ്റെടുത്ത ആൾക്കാരെ നമ്മൾ, അതിനാണ് അമാനത്ത് എന്നറിയാം. മനസ്സിലെ പറഞ്ഞേ, നമ്മളെക്കാൾ ബുദ്ധി ഉണ്ടായിരിക്കും അറിയോ പർവ്വതത്തിന്, ആകാശത്തിന്, ഭൂമിക്കൊക്കെ. അതുകൊണ്ടാണ് നിങ്ങൾ ഈ അമാനത്ത് ഏറ്റെടുക്കുമെന്ന് വെച്ചപ്പം ആകാശം ഭൂമി ഞങ്ങൾക്ക് വേണ്ടാറുണ്ടേ. ആരാ ഏറ്റെടുത്ത്? പറയും. അതിൻ്റെ ബാക്കി എന്താ അറിയോ? എന്താ ബാക്കി? ഫഹമലഹൽ ഇൻസാൻ ഇന്നഹു കാന ലലൂമൻ. ഇന്നഹു കാന ലലൂമൻ ജഹൂൽ. ലലൂം എന്നുള്ള വാക്ക് അദ്ലം എന്നുള്ളതിൻ്റെ വേറൊരു വാക്കാണ്. ഇസ്മു തഫ്ഈലാണ്. അത് ലലൂമ് ഫഊല് വസ്നിൽ വരണ ഇസ്മു തഫ്ഈലാണ്. ആ ഉത്തരവാദിത്വം മനുഷ്യൻ ഏറ്റെടുത്തത് കൊണ്ട് അവൻ ആരായിത്തീർന്നു? ലലൂം എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ അക്രമി എന്നാണ്. ജഹൂൽ എന്ന് പറഞ്ഞാൽ പമ്പര വിഡ്ഢി എന്നാണ്. ജാഹില്, ജഹൂല്. ജാഹിൽ എന്ന് പറഞ്ഞാൽ വിവരമില്ലാത്തവൻ. ജഹൂൽ പറഞ്ഞാൽ 5% വിവരമില്ലാത്തവൻ, ഏറ്റവും വലിയ മണ്ടൻ. അതാണ് ജഹൂല്. അള്ളാഹ് പറഞ്ഞ ജഹൂല, ജാഹിലാന്നല്ല പറഞ്ഞത്. ഇത് മനുഷ്യൻ ഏറ്റെടുത്തോടുകൂടി മനുഷ്യൻ ഏറ്റവും വലിയ ലലൂമും ജഹൂലും ആയി എന്നാണ്. അപ്പോൾ കൃത്യമായി റബ്ബിൻ്റെ മുന്നിൽ മക്കാമുണ്ട്, നിൽക്കേണ്ടി വരും, വിചാരണ ഉണ്ടാവും, മറുപടി പറയേണ്ടി വരും. എന്തൊക്കെ പറയാനാ പറ്റുകയെന്ന് ഇപ്പം തന്നെ കണക്ക് കൂട്ടി വെക്കണം. സ്വന്തം വിചാരണ ഇപ്പം തന്നെ നടത്തുക നമ്മൾ ആ ഹിസാബിൻ്റെ മുമ്പായിട്ട് നിർബന്ധമാണ്. അപ്പോൾ നമ്മൾ പഠിക്കാൻ പോകണം. ഇൻഷാ അല്ലാഹ് ഈ 16 സ്ഥലങ്ങൾ പഠിക്കാൻ പോകണം. അല്ലാഹു തആല തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. കാരണം ഇത് പഠിക്കുന്നതിൻ്റെ പിന്നിലുള്ള ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ ഒരിക്കലും നമ്മളതിൽ പെടാതിരിക്കാനാണ്. അള്ളാഹിൻ്റെ മുന്നിൽ ഒരു നാലിമായിട്ട്, ഒരു ലലൂമായിട്ട്, അദ്ലമായിട്ട് നിൽക്കരുത്. അപ്പോൾ അത് ഏതൊക്കെയാണെന്ന് ഖുർആൻ പറയാൻ പോകുന്നത്. അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ അത്തരം വിഷയത്തിൽ നമ്മൾ മാറിയാൽ മതി. ശരി, ആദ്യമായിട്ട് അൽ ബഖറയിലെ 114, 2-114. എല്ലാവരും ഖുർആനിൽ നോക്കണം കേട്ടോ. ഖുർആൻ എല്ലാവരുടെ കയ്യിലും വേണം. ഖുർആൻ ഇല്ലാത്തവരൊക്കെ ഖുർആൻ എടുത്തോളി. പള്ളിയല്ല, ഇഷ്ടമാതിരി ഖുർആൻ ഉണ്ടാവും. ഖുർആൻ മറിച്ച് നോക്കണം. കണ്ടില്ല? അപ്പോൾ ഈ ഗണത്തിൽ നമ്മൾ പെടരുത്. ആ നിയ്യത്തോട് കൂടിയിട്ടാണ്. ഞാൻ വായിക്കട്ടെ. കൈ വയ്ക്കുക, സ്ഥലത്ത് കൈ വയ്ക്കുക, ഖുർആനിൽ കൈ വയ്ക്കുക. വമൻ അദ്ലം, ഏറ്റവും വലിയ അക്രമി ആരാണ്? മിമ്മൻ, യാതൊരുവനേക്കാൾ. മനഅ മസാജിദല്ലാഹ്, അള്ളാഹുവിൻ്റെ
പള്ളികളിൽ തടസ്സമുണ്ടാക്കിയവൻ. അള്ളാഹുവിൻ്റെ പള്ളികളിൽ തടസ്സമുണ്ടാക്കിയവൻ, അള്ളാഹുവിൻ്റെ ഭവനത്തെ തടഞ്ഞവനേക്കാൾ ഏറ്റവും വലിയ അക്രമി ആരാണ്? മസ്ജിദുകളെ. എന്തിനാണ്? അൻ യുദ്കറ ഫീഹ സ്മുഹു, അവൻ്റെ നാമം പ്രകീർത്തിക്കപ്പെടുന്നതിന്. അള്ളാഹുവിൻ്റെ നാമം പ്രകീർത്തിക്കപ്പെടാൻ പള്ളികളെ തടസ്സമുണ്ടാക്കിയവനേക്കാൾ ഏറ്റവും വലിയ അക്രമി ആരാണ്? വസഅ ഫി ഖറാബിഹ, അതിൻ്റെ നാശത്തിന് വേണ്ടി പരിശ്രമിക്കുകയും ചെയ്തവനേക്കാൾ. വസഅ, അവൻ പരിശ്രമിച്ചു, ഫി ഖറാബിഹ, അതിൻ്റെ നാശത്തിന് വേണ്ടി. പള്ളി, അള്ളാഹുവിൻ്റെ പള്ളി പൊടിയാൻ വേണ്ടിയിട്ട് പരിശ്രമിക്കുക, അള്ളാഹുവിൻ്റെ ഭവനങ്ങളിൽ നിന്ന് സത്യവിശ്വാസികളെ തടയുക. പള്ളികളിൽ എന്താ ഉണ്ടാകുക? അള്ളാഹുവിൻ്റെ ഭവനങ്ങളിൽ അള്ളാഹിൻ്റെ നാമം ഊർക്കപ്പെടാൻ വേണ്ടത്. പള്ളി അതിനുള്ളതാണ്, പള്ളി വേറെ ഒന്നിനുള്ളതല്ല. ഇനി പള്ളിക്ക് കടക്കുമ്പോൾ എന്താ ഉണ്ടാകേണ്ടി എന്നുള്ളത് അടുത്തായത്തും. ബാക്കി ഉലായിക്ക, അക്കൂട്ടർ. ശരിക്കും ശ്രദ്ധിക്കണേ, ഓരോ വാക്കിലും കൈ വെക്കണം, ഇതിങ്ങനെ ഹൃദയത്തിൽ പതിയണം. മാ കാനലഹും, അവർക്ക് ഉണ്ടാകാനേ പാടില്ല, അയ്യദ്ഖുലൂഹ, ആ പള്ളികളിൽ പ്രവേശിക്കുന്നത്, ഇല്ലാ ഖായിഫീൻ, ഖൗഫോട് കൂടിയല്ലാതെ, ഭയപ്പാടോട് കൂടിയല്ലാതെ പ്രവേശിക്കാൻ പാടില്ലാത്ത സ്ഥലമാണ് പള്ളി. അള്ളാഹിൻ്റെ ഭവനത്തിൻ്റെ വലിപ്പം പറഞ്ഞത് എങ്ങനെ? ഭയപ്പാടോട് കൂടിയല്ലാതെ കടന്നു വരാൻ പാടില്ലാത്ത സ്ഥലമാണ് പള്ളി. പള്ളിൻ്റെ വിശേഷണമാണ് പറഞ്ഞത്. എന്ത് ഹൗഫാണ് നമുക്കുണ്ടായത്? ഇത് പള്ളിയല്ലേ? പള്ളിക്കണ്ട് കയറിയപ്പോൾ എന്തെങ്കിലും പ്രത്യേകിച്ചൊരു ഹൗഫ് ഉണ്ടായോ? കടക്കുമ്പോൾ ഓരോരുത്തരും അവനാനോട് ചോദിച്ചാൽ മതി. നമ്മളെ സ്ഥാപനത്തിൽ കണ്ട് കിടക്കണ മാതിരി അതേ മാനസികാവസ്ഥയിലാണോ പള്ളി കിടന്നത്? ഇനിയിപ്പോൾ എനിക്ക് ഇന്ത്യനോ ഇല്ലയോ എന്ന് സംശയമുള്ള ആൾക്കാർക്ക് ഞാനൊരു ഒരു സംഗതി പറഞ്ഞുതരാം. എനിക്ക് ഹൗഫ് ഉണ്ടോ ഇല്ലയോ എന്ന് പറയാൻ കഴിയണില്ല. അങ്ങനെയുള്ളതും ചിലപ്പോൾ അങ്ങനെ ഉണ്ടാവും. അതിന് ഞാൻ അടയാളം പറയാം. ഇനി ഉണ്ടോ ഇല്ലയെന്ന് അറിയാൻ പറഞ്ഞുതരാം. അല്ലാഹു മഫ്തഹ്ലി അബ്വാബ റഹ്മത്തിക എന്ന് ചൊല്ലിയിട്ട് കടന്നോലാരൊക്കെ, മറന്നോലാരൊക്കെ, അവനാനോട് ചോദിക്കട്ടെ, സ്വന്തത്തിനോട് ചോദിക്കാം. നമ്മൾ കഞ്ഞിയും വീശി മറ്റേ വർത്താനം പറഞ്ഞ് ഇങ്ങനെ അങ്ങോട്ട് ഡാറ്റയും കൊടുത്ത് ഇങ്ങനെ അങ്ങോട്ട് വർത്താനം പറഞ്ഞാണ്ട് ഇങ്ങോട്ട് കയറിയുണ്ട് ഇങ്ങോട്ട് പോന്ന് ഹൗദും കരയിൽ നിന്ന് ഒന്നുണ്ടാക്കി പള്ളിക്കെത്താണ്ട് കയറുമ്പോഴും വർത്താനം, അവിടെ മേലെ ചെന്നിട്ട് പിന്നെയും വർത്താനം, അങ്ങനെ വർത്താനം പറഞ്ഞ് അങ്ങനെ അങ്ങോട്ട് നിസ്കരിച്ച് പോയി. ഇതാണോ? ഈ ഒരു മാനസികാവസ്ഥയാണ് നമ്മളൊരു സ്ഥാപനത്തിലേക്ക് കയറിയപ്പോൾ ഉണ്ടായ മാനസികാവസ്ഥയാണോ, പള്ളിയിൽ കയറിയപ്പോൾ ഉണ്ടായ മാനസികാവസ്ഥയാണോ? ഇനി പള്ളിക്കൽ നിസ്കരിച്ച് പോകുന്ന വേറെ കാര്യം, അതല്ല ചോദിച്ചത്. പെരിയിൽ വേറെ കുറേ കാര്യങ്ങളാണ്. ഓരോന്നിനും ഓരോ സംഭവമുണ്ട്, ഓരോന്നിനും ഓരോ വ്യത്യാസങ്ങളുണ്ട്. ഒരു വീട് എന്ന് പറഞ്ഞാൽ എങ്ങനെ ആകണം എന്നാണ് പറഞ്ഞത്? വീടിനുണ്ടാകേണ്ട പ്രത്യേകത എന്താ? സാധാരണ ഒരു വീട്, അള്ളാൻ്റെ വീട് അടക്കട്ടെ, അവനാൻ്റെ വീടിനുണ്ടാകേണ്ട പ്രത്യേകത എന്താ? വീട്ടിൽ കയറുമ്പോൾ ബിസ്മി ഓതണം, ബിസ്മി പറഞ്ഞ് കയറണം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം പറഞ്ഞ് കയറാത്ത വീട്ടിൽ ഷെയ്ത്താൻ പറയും തങ്ങൾക്ക് ഇവിടെ മബീത്തുണ്ട് അഷാവും ഉണ്ട് എന്ന്. ഷെയ്ത്താൻ എൻ്റെ അനുയായിയോട് പറയും. ഇവിടെ മബീത്ത് എന്ന് പറഞ്ഞാൽ മബീത്ത് അക്കമഡേഷൻ, അഷാവ് എന്ന് പറഞ്ഞാൽ ഫുഡ്, രണ്ടും ഇന്നൊക്കെ ഇവിടെ ഉണ്ടെന്ന് പറയും. ബിസ്മി ചൊല്ലി കയറിയ റസൂലുള്ള പറയാണ് പെക്കോളി ഇവിടെ ഇങ്ങനത്തെ ഉണ്ടാവില്ല എന്ന്. വീട്ടിൽ കണ്ട് കയറുമ്പോൾ റസൂൽ പറയാണ് വീട്ടിൽ നിങ്ങളൊരു പള്ളി ഉണ്ടാക്കണം, വീട്ടിലൊരു പള്ളി ഉണ്ടാക്കണം. എന്നിട്ട് റസൂൽ പറയാണ് 27 ഇരട്ടി കൂലിണ്ട് ഫർനിസ്കാരം എവിടെ നിസ്കരിച്ചാൽ, പള്ളി നിസ്കരിച്ചാൽ ജമാഅത്തായിട്ട്. പെരീന്ന് സുന്നത്ത് നിസ്കരിച്ചാൽ അതേ 27 ഇരട്ടി കിട്ടുന്ന. പെരീന്ന് സുന്നത്ത് നിസ്കരിച്ചാൽ ജമാഅത്തിൻ്റെ കൂലി കിട്ടും 27 ഇരട്ടി. പള്ളി പെരീന്ന് നിസ്കരിച്ചാൽ, പെരീന്ന് നിസ്കരിക്കണം എന്നാണ്. എന്നിട്ട് റസൂൽ പറയാണ് പെരക്ക് നിങ്ങൾ ഫർദ് നിസ്കാരം കഴിഞ്ഞാൽ സുന്നത്ത് വീട്ടിൽ നിസ്കരിക്കുക, വീടിന് അതിൻ്റെ നസീബ് കൊടുക്കണം എന്നാണ്. ഹദീസ് നസീബ് കൊടുക്കണം എന്നാണ്. ഒരു വീട്ടിൻ്റെ ഓഹരി വീടിന് കൊടുക്കണം, എന്നാൽ നിങ്ങൾക്ക് ആ വീട്ടിൽ ഹൈറുണ്ടാവും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയണം. മനസ്സിലാണ്ട? ആയിഷ ബീവി പറയാണ് എനിക്ക് ആർത്തവമുള്ള സമയത്ത്
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എൻ്റെ മടിയിൽ തലച്ച് കിടക്കും. ഞാൻ ആർത്തവകാരിയായിരിക്കെ റസൂല് എൻ്റെ മടിയിൽ തല വെച്ച് കിടന്നിട്ട് എന്നെക്കൊണ്ട് ഖുർആൻ ഓദിക്കും. അല്ല, റസൂലുള്ള ഖുർആൻ ഓതും. റസൂൽ ഖുർആൻ ഓതിയിട്ട് എനിക്ക് കേൾപ്പിച്ച് തരും. ആരാ പറഞ്ഞത്? ആയിഷ റളിയല്ലാഹു അൻഹ. ഏത് സമയത്തും ഖുർആനുമായി ലാ തജഅലു ബുയൂതക്കും മക്കാബിറ, നിങ്ങളെ വീടുകളെ നിങ്ങൾ മക്ബറയാക്കരുതെന്ന് പറഞ്ഞു. എന്താ? മക്ബറിൽ എന്തോ ഓതാൻ പാടില്ല? ഖുർആൻ ഓതാൻ പാടില്ലാത്ത സ്ഥലമാണ്. അതുകൊണ്ട് വീട് അങ്ങനത്തെ സ്ഥലമാകരുത്, ഖുർആൻ ഓതാത്ത സ്ഥലമാകരുത് എന്ന്. ആകാശഭൂമികളെ പടക്കണതിന് മുമ്പ് അള്ളാഹ് ഒരു കിതാബ് എഴുതിയിട്ടുണ്ട്. ആ കിതാബിൽ നിന്ന് 2 ആയത്ത് ഭൂമിക്ക് ഇറക്കിയെന്ന് പറഞ്ഞത്. ആ ആയത്ത് കൊണ്ടാണ് അൽ-ബഖറ സൂറത്ത് അവസാനിക്കുന്നത്. ആ ആയത്ത് 2 ആയത്ത് ആരെങ്കിലും 3 രാത്രി തുടർച്ചയായിട്ട് ഓതിയാൽ ആ വീട്ടിൽ നിന്ന് ശൈത്താൻ അകന്നു മാറിപ്പോകും. ഏതാ 2 ആയത്ത്? ഇത്ര അവനാൻ്റെ വീടിന് കൊടുത്തിട്ടുണ്ട്. പിന്നെ അള്ളാൻ്റെ വീടിന് പറയണം. ഹൗഫ് ഇല്ലാതെ പള്ളിക്ക് കടക്കാൻ പാടില്ല എന്ന് ആ ആയത്ത് ഒന്നും കൂടി കയ്യക്കി. ഉലായിക്ക, അവർ അക്കൂട്ടർ, മാക്കാന ലഹും, അവർക്ക് പാടില്ലാത്തതാണ്. മാക്കാന ലഹും, അവർക്ക് പാടില്ലാത്തതാണ്. അൻയദ്ഖുലൂഹ, ആ പള്ളിയിലേക്ക് പ്രവേശിക്കൽ, ഇല്ലാ ഖായിഫീൻ, ഖൗഫുള്ളവരായിക്കൊണ്ടല്ലാതെ. മനസ്സിലാണ്ട പറഞ്ഞത്? അപ്പോൾ അള്ളാഹുവിൻ്റെ ഭവനത്തിൽ, അതാണല്ലോ റസൂലുള്ള പറഞ്ഞത്, ഈ നമ്മൾ ദുനിയാവിൻ്റെ ഒരു കാര്യം പള്ളിയിൽ നിന്ന് സംസാരിക്കരുത്. നമ്മളെ കച്ചവടമാവട്ടെ മറ്റു കാര്യങ്ങളാകട്ടെ ഒന്നും പള്ളിയിൽ നിന്ന് സംസാരിക്കാൻ പാടില്ല. എത്രമാത്രം പറഞ്ഞാൽ ഒരു മൊബൈൽ എന്തെങ്കിലും വെച്ച് മറന്നു വിചാരിച്ചു, ഒരു കളവ് പോയൊരു സാധനം ആർക്കെങ്കിലും കിട്ടിയിക്കണമെന്ന് വരെ ചോദിക്കാൻ പാടില്ല പള്ളിക്കെല്ലാം. മനസ്സിലാണ്ട പറഞ്ഞത്? ദുനിയാവുമായി ബന്ധപ്പെട്ട ഒരു സംഗതിയും വർത്താനും പള്ളിയിൽ പാടില്ല. ഒക്കെ പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങി നിന്നിട്ട് സംസാരിക്കുക. പള്ളീൻ്റെ അകത്ത് ഖൗഫോട് കൂടിയല്ലാതെ പ്രവേശിക്കാൻ പാടില്ല. ശരി, അപ്പം അങ്ങനെ ഉണ്ടായാൽ അവനാണ് ഏറ്റവും വലിയ അക്രമം. ഇനി ബാക്കി നോക്കി എന്താണ് ആ അക്രമത്തിൻ്റെ ഗൗരവം നോക്കി. ലഹും, അവർക്കുണ്ട്, ഫിദ്ദുനിയാ ഖിസ്യൻ, ദുനിയാവിൽ തന്നെ ശിക്ഷ ഉണ്ട്. ദുനിയാവിലെ അപമാനമാണ് ദുനിയാവിലെ ശിക്ഷ. വലഹും ഫിൽ ആഖിറ, പരലോകത്തോ അദാബുൻ അളീം, വമ്പിച്ച ശിക്ഷ പരലോകത്തും. ദുനിയാവിലെ ഖിസ്യും ഇഹലോകത്തും പരലോകത്തും ശിക്ഷ ഉണ്ടാകാൻ പാടില്ല. അപ്പം അള്ളാഹുവിൻ്റെ ഭവനം കൊള്ള തടയാം. റസൂലുള്ളാഹിൻ്റെ കാലത്ത് പള്ളിയിൽ ആരൊക്കെ പോയിരുന്നു? എല്ലാം സ്ത്രീകളുണ്ട്, കുട്ടികളുണ്ട്, ആണുങ്ങൾ, വലിയ ആൾക്കാർ മുന്നിൽ, കുട്ടികൾ അതിൻ്റെ ബാക്കിൽ ആരാ? സ്ത്രീകൾ. ഇതൊന്നും അഭിപ്രായത്തിൽ ചെയ്ത കാര്യം കേട്ടോ. എല്ലാവരും അംഗീകരിക്കും. പള്ളിക്ക് പെണ്ണിന് പോകാൻ പാടില്ല എന്ന് പറഞ്ഞ ആൾക്കാരും അംഗീകരിക്കും പറഞ്ഞത്. പിന്നെ പറയും അത് ഹിജാബിൻ്റെ ആയത്ത് ഇറങ്ങണത് വരെ ഇനിയെന്ന്. അപ്പോൾ ഹിജാബിൻ്റെ ആയത്ത് ഏതാണെന്നൊന്ന് ചോദിച്ചാൽ മതി. ഹിജാബിൻ്റെ ആയത്ത് കൂടിയിട്ടൊന്ന് അർത്ഥം പറഞ്ഞാൽ മതി. വേറെ ഒന്ന് തർക്കം തീരാനാ പറഞ്ഞത്. ഹിജാബിൻ്റെ ആയത്ത് കൂടി ഒന്നിട്ട് അർത്ഥം പറയാം. അപ്പോൾ ഹിജാബിൻ്റെ ആയത്ത് കൂടിയിട്ട് അർത്ഥം പറയുമ്പോൾ ഹിജാബിൻ്റെ ആയത്ത് എന്താണെന്നറിയാം? ഹിജാബിൻ്റെ ആയത്ത് പള്ളിക്ക് പോകരുന്നല്ല. ഹിജാബിൻ്റെ ആയത്ത് ഇറങ്ങിയതിന് ശേഷം പെണ്ണുങ്ങൾ പോയിട്ടില്ല എന്ന് പറഞ്ഞാൽ ഹിജാബിൻ്റെ ആയത്ത് എന്താകണം? സ്ത്രീകളെ നിങ്ങൾ പള്ളിയിൽ പോകരുതെന്നാകണ്ടേ? അങ്ങനെ ഒരു ആയത്ത് തന്നെ ഖുർആനിലില്ല. ഇപ്പോൾ ഹിജാബിൻ്റെ ആയത്ത് എന്താ? റസൂലുള്ളാഹിൻ്റെ ഭാര്യമാർ സാധാരണ ഉള്ള പെണ്ണുങ്ങളെപ്പോലല്ല. റസൂലുള്ളാഹിൻ്റെ ഭാര്യമാർക്കൊരു പ്രത്യേകത ഉണ്ട്. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും റസൂലിനെ അന്വേഷിച്ച് റസൂലുണ്ടോയെന്നൊക്കെ ചോദിച്ച് വന്നാൽ നിങ്ങൾ ഒരു മറൻ്റെ, ഹിജാബ് എന്ന് പറഞ്ഞാൽ മറയാണ്, മറൻ്റെ പിന്നിൽ എന്ത് ചെയ്യാൻ പാടുള്ളൂ? സംസാരിക്കാൻ പാടുള്ളൂ. അതാണ് ഹിജാബ്. മനസ്സിലായി പറഞ്ഞേ? അപ്പം ഇനി പോയിരുന്നോ? വ്യക്തമായ തെളിവ് ഹദീസിൽ കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മരിക്കുന്നത് വരെ ഞങ്ങൾ പള്ളിയിൽ ഈത്തിക്കാഫിരുന്നു. ആരാ പറഞ്ഞത്? ബുഖാരി മുസ്ലിമിൻ്റെ ഹദീസാണ്. പ്രവാചകൻ്റെ മരണത്തിന് ശേഷവും ഞങ്ങളിരുന്നു. റസൂൽ മരിച്ചതിന് ശേഷം പിന്നെ ആയത്തിറങ്ങോ? ഒരു ആയത്തിന് എതിരായിട്ട് അള്ളാഹിൻ്റെ ഹബീബായ റസൂലിൻ്റെ ഭാര്യമാർ ചെയ്യുമോ? ചെയ്യൂല.
ഈത്തിക്കാഫ് ഇവിടെ പരി പറ്റുമോ? പാടത്ത് പറ്റുമോ? മൈതാനത്ത് പറ്റുമോ? ഗ്രൗണ്ടിൽ പറ്റുമോ? ശ്രാമ്പ്യപ്പള്ളി പറ്റുമോ? നിസ്കാരപ്പള്ളി പറ്റുമോ? ഇല്ല. പിന്നെ ഈത്തിക്കാഫ് ഇവിടെ ജുമാഅത്ത് പള്ളിയിൽ. അപ്പോൾ ഞങ്ങൾ ഈത്തിക്കാഫ് ഇരുന്നു അവസാനത്തെ 10 എന്ന് പറഞ്ഞാൽ അവസാനത്തെ 10 ഒരു ജുമ എന്തായാലും വരൂലേ? വരും. ജമാഅത്ത് ഉണ്ടാവൂലേ? ഉണ്ടാകും. അപ്പോൾ റസൂലുള്ള പറഞ്ഞു ലാ തംനഉ. ഇവിടെ ഈ ആയത്തിൻ്റെ അർത്ഥം എന്താണ്? മൻ അസ്ലമു മിമ്മൻ മനഅ മസാജിദ അല്ലാഹ്. റസൂൽ പറയാം ലാ തംനഉ മസാജിദ ലാ തംനഉ ഇമാ അല്ലാഹി മസാജിദ അല്ലാഹ്. അള്ളാഹുവിൻ്റെ പള്ളികളിൽ നിന്ന് അള്ളാഹുവിൻ്റെ അടിയാത്തികളായ സ്ത്രീകളെ നിങ്ങൾ തടയാൻ പാടില്ല. സ്ത്രീകളെ തടയാൻ പാടില്ല, തടയരുത്. ഒരു പെണ്ണ് പള്ളി പോകാൻ അനുവാദം ചോദിച്ചാൽ അനുവാദം കൊടുക്കണം, തടയാൻ പാടില്ല. റസൂൽ പറഞ്ഞു. നിർബന്ധമൊന്നും കേട്ടോ, സ്ത്രീകൾക്ക് പള്ളിയിൽ പോയി നിർബന്ധമില്ല. ഇതിനുള്ള കാലത്താണെന്നുണ്ടെങ്കിൽ പെണ്ണുങ്ങൾ തീരെ പള്ളിയിലൊന്നും പുറത്തന്നെ പോകണ്ട. പള്ളിക്ക് മാത്രമല്ല, പെരിന് പുറത്തന്നെ ഇറങ്ങാൻ പാടില്ല. പള്ളിക്ക് പോകാൻ പാടില്ല, ഷോപ്പിങ്ങിന് പോകാമെന്നല്ല നമ്മളങ്ങനെ മനസ്സിലാക്കിയത്. ഫിത്നയുള്ള കാലത്ത് കൊടുക്കാൻ പാടില്ല, പള്ളിക്ക് പോകാൻ പാടില്ല. ബാക്കി എല്ലായിടത്തുമൊക്കെ എല്ലായിടത്തും സിനിമകൾക്കും മറ്റേ ഷോപ്പിങ്ങിനും ഇതിനൊക്കെ നാട്ടിലൊക്കെ കാണും. നാട്ടിലിപ്പോൾ റൂട്ടുമ്പോൾ ഇറങ്ങിയ ആണുങ്ങളെ പെണ്ണുങ്ങളെ നമ്മുടെ നാട്ടിൽ കൂടുതൽ. ആശുപത്രിയിൽ പോലെ ആണോ പെണ്ണോ? സ്കൂളിൽ PTA മീറ്റിങ്ങിനാണോ പെണ്ണോ? നിങ്ങളാരെയും പോലല്ലേ PTA മീറ്റിങ്ങിന്? അപ്പാരൊന്നും കിട്ടില്ല, അമ്മാനാണ് പോലെ എല്ലായിടത്തും അങ്ങനെ തന്നെ. അതുകൊണ്ടാണ് ഖുർആനിൽ ആയത്തുണ്ട്, എന്താ അറിയോ? നിങ്ങൾ ഈ സ്ത്രീകൾക്കും കുട്ടികൾക്കും സ്വത്ത് കൈകാര്യം ചെയ്യാൻ, സമ്പത്ത് കൈകാര്യം ചെയ്യാൻ ഏൽപ്പിക്കരുതെന്ന്. ഓലെ മോശമാക്കിയതല്ല കേട്ടോ. കാരണം എന്താ അറിയോ? സമ്പത്ത് ഏറ്റവും കൂടുതൽ ഒരാൾക്ക് നഷ്ടപ്പെടുന്ന സ്ത്രീകളും കുട്ടികളും വിഷയത്തിലാണ്. ഒരാണിൻ്റെ മാനസികാവസ്ഥ എല്ലാവർക്കും ഉണ്ടാകുക. ഒരാണ് ഷോപ്പിങ്ങിന് പോണതാണ്, പെണ്ണ് പോണതാണ് കൂടുതൽ പൈസ വലിയ വരിക. ഒരു സൂപ്പർ മാർക്കറ്റിൽ കാണിച്ച് എന്നാൽ പഠിച്ചോനെ ഇത് മുഴുവനും പെരിക്ക് ആവശ്യമല്ലേ. പെരിക്ക് ആവശ്യമില്ലാത്ത എന്തെങ്കിലും അവിടെ ഉണ്ടാവുമോ? ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ ആവശ്യത്തിനുള്ളത് എടുക്കുക പോരുക എന്നുള്ളത് ഇത് ഒരുമിച്ചായിരിക്കും. അപ്പോൾ ഇതുകൊണ്ട് ഇന്ന് സമൂഹത്തിൽ വലിയ സാമ്പത്തിക പ്രതിസന്ധികളൊക്കെ നേരിടുന്നുണ്ട്. ഏറ്റവും വലിയ പ്രതിസന്ധി അവിടെ തന്നെയുള്ളത്. ഒരാണ് കൈകാര്യം ചെയ്യുന്നവർക്ക് ആണിങ്ങനെ കൊണ്ടേ കൊടുക്കുക, കറക്റ്റ് സാധനങ്ങൾ കൊണ്ടേ കൊടുക്കുന്നു, എല്ലാ കാര്യങ്ങളും അവർക്ക് എത്തിച്ചു കൊടുക്കുന്നു. കുട്ടികളെ ആശുപത്രിക്ക് ആണുങ്ങൾ പോകുന്നു, എല്ലാ കാര്യങ്ങളും പുരുഷന്മാർ ചെയ്യുന്നിടത്തൊക്കെ അതിൻ്റേതായ ചില വ്യത്യാസം കാണും. അതേസമയത്തൊക്കെ പോകാൻ ഇജാണ്ട് കൊണ്ടേക്കോ, ഇജാണ്ട് പൊയ്ക്കോ. ആണുങ്ങൾ ഈ PTA മീറ്റിങ്ങിനൊക്കെ ആണുങ്ങൾ വരുന്നിടത്ത് ഭയങ്കര മാറ്റം ഉണ്ടാവും. ഈ കുട്ടികളെ കാര്യത്തിലൊക്കെ ഭയങ്കര മാറ്റം. എന്നാൽ പെണ്ണുങ്ങൾ പേരിലൊന്നും അധികം പറയില്ല, വാപ്പാരധികം അറിയില്ല. ഈ കുട്ടികളെ വഷളാക്കൽ ആരാന്ന് വെച്ചാൽ കൂടുതലാരാ? ഉമ്മമാരെന്നെ. കാരണം ഉമ്മമാരും പറയില്ലല്ലോ. ഉമ്മമാരിങ്ങനെ പേടിപ്പിച്ചിങ്ങനെ നിർത്തിയിട്ട് അവസാനം വാപ്പണ്ടി വരട്ടെന്ന് അറിയും. വാപ്പ ഒന്നും മുണ്ടില്ല. കുട്ടി മനസ്സിലാക്കും വാപ്പ പോയത്തക്കാരനാണ്. വാപ്പ ഏറ്റവും വലിയ പോയത്തക്കാരനെന്നുള്ള ഇൽമ ആരാ കൊടുക്കണം? ആദ്യം ഉമ്മയാണ്. കാരണം വാപ്പ അങ്ങോട്ട് വരട്ടെ എന്ന് പറഞ്ഞപ്പോൾ വാപ്പാനെ പേടിച്ച് നിൽക്കണം. വാപ്പ എന്നപ്പോൾ അത് മിണ്ടിയിട്ടില്ല, പറഞ്ഞിട്ടില്ല. അതെന്താ? അപ്പോൾ അങ്ങനെയുണ്ട്. ഒന്നെന്തെങ്കിലും സംഗതി അത് ശരിയാക്കിയിട്ടുണ്ടാവും. വാപ്പ ഒന്നും ജോലിക്ക് പോകുമ്പോൾ മുടി വരുന്നൊരു കണ്ണാടി പിന്നെയാണ്. ഇവനെ അമ്മ കയറി കളിച്ചാൽ അവന് വീണ് പൊട്ടിയപ്പോൾ വാപ്പ പറഞ്ഞു വാപ്പണ്ടി വരക്കടാ കാണിച്ചതാണ്. വാപ്പാനെ ഭയങ്കര പേടിയാണ്. വാപ്പ വരുന്നപ്പോൾ ഇങ്ങനെ മാറി നിൽക്കുകയാണ്. ഉമ്മപ്പം പറഞ്ഞു വെച്ചിട്ടാണ് ഇവിടെ കണ്ണാടി കഴിച്ചു. അതാ പൊരുത്തക്കോയി അടി പാറിയപ്പോൾ അണ്ട് പൊട്ടിയായിരുന്നു. പറഞ്ഞിട്ടില്ല. അപ്പം മനസ്സിലാക്കാണ് വാപ്പാന്ന് പറഞ്ഞാൽ എന്താ സാധനം. ഉമ്മാക്ക് വരെ പറ്റിക്കാൻ പറ്റിയ 1 നമ്പർ പോയത്തക്കാരനാണ് വാപ്പ എന്നുള്ള ഇൽമാണ്. ആര് കൊടുത്തത്? ഉമ്മ കൊടുത്ത ഇൽമാണ്. അൽ ഇമ്മു മദ്രസത്തുൽ, ഉമ്മ മദ്രസ എന്നാണ്. അൽ ഉമ്മു ഉസ്താദുൽ അസാത്തിദത്തിൽ ഉലാ, ഉസ്താദുമാരെ ഉസ്താദ്, ഒന്നാമത്തെ ഉസ്താദാണ് ആര്? ഉമ്മാന്നാണ്. ഉമ്മ കൊടുത്ത ഇൽമാണത്. മനസ്സിലായില്ലേ? അങ്ങനെയല്ല കുട്ടികളെ വളർത്തേണ്ടത്. അപ്പം ഇതിൽ നിന്ന് ഒരുപാട് പാഠങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ ഒരു സ്ത്രീ പള്ളിയിൽ പോയാലുണ്ടാകുന്ന ഗുണം എന്തൊക്കെ? ഒരു സ്ത്രീ പള്ളിയിൽ പോയാലുണ്ടാകുന്ന ഗുണങ്ങൾ എന്തൊക്കെ? ഒരുപാട് ഇൽമു കിട്ടും. ഒരു ജുമാക്ക് പോയാൽ ഒരുപാട് നമ്മൾ കേൾക്കുന്ന കാര്യമൊക്കെ പ്രാവർത്തികമാക്കണമെങ്കിൽ എന്ത് വേണം? പരിന്ന് സപ്പോർട്ട് വേണ്ടേ? എനിക്ക് അനുഭവമുണ്ട്. ഞാൻ ഇവിടെ താഹ ബീച്ചിൽ കുത്തുബ പറഞ്ഞ് ഒരു കുത്തുബ കഴിഞ്ഞിട്ട് ഇങ്ങനെ ഇറങ്ങിപ്പോകുന്ന സമയത്ത് ഒരു സാധാരണക്കാരനായൊരു മനുഷ്യൻ വന്നിട്ട് പറഞ്ഞ് ഞാൻ ഒരു കുടുംബജീവിതം എന്ന് പറഞ്ഞൊരു വിഷയം തുടങ്ങിയാണ് അവിടെ. അങ്ങനെ ഒരു 3-4 മാസം അതന്നെയാണ് വിഷയം. ഇങ്ങനെ തുടർച്ചയായിട്ട് ഇങ്ങനെ പോരുകയും. അപ്പോൾ ഈ വ്യക്തി ഇയാൾ പറയാണ്, പിന്നെ ഞാൻ
അവിടെ ഒരു പള്ളീൻ്റെ തൊട്ടപ്പുറത്ത് ഒരു ഫിഷറീസ് ഓഫീസുണ്ട്. അപ്പോൾ അവിടെ എന്തോ ഒരു സംഗതിക്ക് വന്നത് ഇയാൾ വെള്ളിയാഴ്ച. അപ്പോൾ വന്നപ്പോൾ ജുമാൻ്റെ സമയം അപ്പോൾ ഇവിടെ കയറിയതാണ്. ആദ്യമായിട്ടാണ് മലയാളം കുത്തുബൻ്റെ മലയാളത്തിൽ പറഞ്ഞൊരു പള്ളിയിൽ അയാൾ വരുന്നത്. അപ്പോൾ അയാൾ വന്ന് കയറി അയാൾ അവിടെ ഇരുന്നു പോയി. പിന്നെ അയാൾക്ക് നീച്ചു പോകാൻ വയ്യ. അപ്പോൾ അയാൾ അന്ന് കുത്തുബ കേട്ടു. അപ്പോൾ അന്ന് ഞാൻ ഈ കുടുംബജീവൻ എന്ന് പറഞ്ഞ വിഷയം തുടങ്ങണ വെള്ളിയാഴ്ച. അങ്ങനെ അയാൾ എന്നോട് പറയാണ് ആ വിഷയം കേട്ടതിന് ബാക്കി ഇൻഷാല്ലാ അടുത്ത കുത്തുബയിൽ പറയുന്ന പറഞ്ഞപ്പോൾ അയാൾ രണ്ടാമത്തെ കുത്തുബ കേൾക്കാനായിട്ട് അവിടെ വന്നു. അതിനായിട്ട് വന്ന് ഫസ്റ്റ് യാദൃശ്ചികമായിട്ട് വന്നതാണ്. അങ്ങനെ ഒരു 3-4 മാസം കഴിഞ്ഞിട്ട് ഈ വിഷയം തീരെയാണ്. ഇനി ഇവിടെ ഇതോട് കൂടിയിട്ട് നമ്മൾ ഈ വിഷയം അവസാനിക്കാൻ അടുത്ത വെള്ളിയാഴ്ച വേറെ വിഷയമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ആ വെള്ളിയാഴ്ചയാണ് ഇയാൾ വരുന്നത്. എന്നോട് പറഞ്ഞതാണ് ഞാൻ ഇങ്ങനെ യാദൃശ്ചികമായിട്ട് വന്നപ്പം ഇവിടെ ഇങ്ങനെ കുത്തുബ് കേട്ടപ്പോൾ നിങ്ങളെ വിഷയം കേട്ടപ്പോൾ ഞാൻ ഇത്രയും ആഴ്ച ബാക്കി കിട്ടാൻ വേണ്ടിയിട്ട് ഇവിടെ വന്നതാണ്. ഇന്നിപ്പോൾ നിങ്ങളെ വിഷയം തീർന്നില്ല, പക്ഷേ എനിക്കൊരു സങ്കടം എന്നോട് പറയാനുണ്ടെന്നാണ്. അയാൾ പറയാണ് നിങ്ങൾ പറഞ്ഞ കാര്യമൊക്കെ ഞാൻ അത്രയും വേണ്ടതാണ്, നമ്മുടെ ജീവിതത്തിൽ ഇതൊക്കെ വേണം, കുടുംബത്തിൽ ഇതൊക്കെ വേണമെന്ന് അറിഞ്ഞ് ശരിക്കും വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. പക്ഷേ ഒരു വലിയ സങ്കടം എന്താ വെച്ചാൽ ഇതൊക്കെ പെരിയിൽ നടപ്പിലാക്കണമെങ്കിൽ അവൻ്റെ പൊണ്ണ് നന്നാകണ്ടേ, ഇതൊക്കെ പെരി നടപ്പിലാക്കണമെങ്കിൽ പെരി ഉള്ളത് നന്നാകണ്ടേ. സത്യനാൽ അയാൾ മനസ്സ് തുറന്ന് ഒരു പച്ചയായ മനുഷ്യൻ, ഒരു കളങ്കമില്ലാത്തൊരു മനുഷ്യൻ്റെ മനസ്സ് തുറന്നുള്ള വർത്താനാണ്. അതുകൊണ്ട് നമ്മൾ ഈ പറയുന്ന കാര്യങ്ങൾ ഉൾക്കൊള്ളുന്ന കാര്യങ്ങളൊക്കെ പ്രാവർത്തികമാക്കണമെങ്കിൽ വീട്ടിലെ പെണ്ണ് നന്നാകണം. അതിനെന്ത് ചെയ്യണം? നമ്മളെ ഭാര്യമാരെ ക്ലാസ്സിന് കൊണ്ടുവരണം, അവർ ക്ലാസ്സിന് വരണം, അവരിത് പഠിക്കണം. നമ്മൾ ഈ കേൾക്കുന്ന കാര്യങ്ങളൊക്കെ അവരും കേൾക്കണം. ഇവിടെ ഇരിക്കുന്ന ഇത്രയും ആൾക്കാരുണ്ട്, പിന്നെ ഫാമിലി എല്ലാവരും ഇവിടെ ഉണ്ടോ നമുക്കറിയില്ല. ഇവിടെ ഉള്ള ആൾക്കാരിൽ എത്ര പെണ്ണുങ്ങൾ തായത് കേൾക്കുന്നുണ്ടെന്ന് അറിയില്ല. നമ്മളെ കൊണ്ടുവരണം, കേൾക്കണം. പ്രവാചകൻ്റെ ഖുതുബകളിൽ നിന്നാണ് ആയിഷ റളിയല്ലാഹു തആല അൻഹ ഏറ്റവും വലിയ പണ്ഡിതയാണ്. ഉമ്മു സലമ, ജുബൈർ റളിയല്ലാഹു തആല അൻഹ ഏറ്റവും വലിയ ആബിദത്താണ്. ഭയങ്കര ആബിദത്ത് എന്ന് പറഞ്ഞാൽ ഇബാദത്താണ്. അവരുടെ ജീവിതത്തിലൊക്കെ കാണുന്നതാണ്. അവർക്ക് സങ്കടങ്ങളും പരാതികളും ഇല്ലാത്തതാണ്. ഒരിക്കലും റസൂല് ചിലപ്പോൾ ഞാൻ ആ പ്രാർത്ഥന പഠിപ്പിച്ചിട്ടുണ്ടാവും പോലെ. റസൂൽ ഒരിക്കലും സുബി കഴിഞ്ഞിട്ട് എന്തോ ഒരു ആവശ്യത്തിന് പുറത്തു പോകുമ്പം ജുബൈർ റളിയല്ലാഹു തആല പള്ളിയിലുണ്ട്. ഹദീസാണ്, കേട്ടോളി. ജുബൈർ റളിയല്ലാഹു തആല പള്ളിയിലുണ്ട്. റസൂൽ ഇറങ്ങിപ്പോകുന്ന പള്ളിയിൽ ജുബൈർ റളിയല്ലാഹു തആല ഉണ്ട്. റസൂൽ പോയിട്ട് പിന്നെ അപ്പോഴാണ് വരണമെന്ന് അറിയാം. ഹദീസിൽ ളുഹൻ്റെ സമയം ഏകദേശം അവസാനിക്കാനായ സമയത്താണ് എന്ന് പറഞ്ഞാൽ ഏകദേശം ദൂറാൻ കൊടുക്കാനായില്ല. അപ്പോഴാണ് വരണത്. റസൂൽ അങ്ങോട്ട് പോകുമ്പോഴും ജുബൈർ റളിയല്ലാഹു തആല അതിനെ വിക്രം പോയിട്ട് പള്ളിയിലിരിക്കുക. തിരിച്ച് വന്നപ്പോൾ അവിടെ ഇരിക്കുക. അപ്പോൾ റസൂൽ ചോദിച്ചു പോയിട്ടില്ലേ? അവർ പറഞ്ഞു റസൂലെ ഞാൻ പോയിട്ടില്ല, എത്ര ഇഷ്ടം വിഭാഗത്തിന്. അപ്പോൾ റസൂല പറഞ്ഞു കൊടുക്കുകയാണ്, ഒരു പ്രാർത്ഥന പഠിപ്പിച്ചു കൊടുക്കുക. ഞാനിവിടുന്ന് പോയതിനു ശേഷം എനിക്ക് 4 കലിമത്തുകൾ ഇറങ്ങി. ആ 4 കലിമത്തുകൾ 3 വട്ടം പറഞ്ഞാൽ നീ ഇത്രയും സമയം ചൊല്ലിയതിനേക്കാൾ എത്രയോ പ്രതിഫലം കിട്ടും. 3 വട്ടം പറഞ്ഞാൽ ഇത്രയും സമയം ഇരുന്ന് ചൊല്ലിയതിനേക്കാൾ. എന്നിട്ട് പറഞ്ഞു കൊടുക്കാൻ സുബ്ഹാനല്ലാഹി വബിഹംദിഹി അദദ ഖൽഖിഹി വറിളാ നഫ്സിഹി വസ്നത അർശിഹി വമിദാദ കലിമാതിഹി. അൽഹംദുലില്ലാഹ്. അപ്പോൾ പഠിപ്പിച്ചിരുന്നു മനസ്സിലായി. ആദ്യത്തിൽ പഠിപ്പിച്ച പ്രാർത്ഥന ഇത് പറഞ്ഞു കൊടുക്കും. ഇത് 3 വട്ടം ചൊല്ലിക്കൊണ്ടാണ്. അപ്പോൾ ആ സമയത്ത് ജുബൈർ റളിയല്ലാഹു തആല അവിടെ ഉണ്ട്. വലിയ ആബിദത്താണ്, ഇബാദത്ത്. ഇതൊക്കെ റസൂലുള്ളാഹിൻ്റെ ഖുതുബകളും ക്ലാസ്സുകളും കേട്ടിട്ടാണ് അവർ ജീവിതം എന്താണെന്ന് അവരറിയാം. അപ്പോൾ എന്താ ഉണ്ടാകാമെന്നറിയാം അവർക്ക്. നമ്മൾ മക്കളൊക്കെ വളർത്തുന്ന സമയത്ത് നമ്മൾ ഈ മക്കളെ വടിയെടുത്ത് പിന്നാലെ മണ്ടി കുറേ ചീത്ത പറഞ്ഞ് കുറേ ഇതാക്കുന്നതിനേക്കാളും മക്കളോട് നമ്മളെ കണ്ണ് നിറച്ച് നമ്മളെ പരലോകത്തിൻ്റെ കാര്യത്തിന് പറഞ്ഞ് കുട്ടികളോട് മോനെ നിസ്കരിച്ചിട്ടില്ലെങ്കിൽ എനിക്ക് ശിക്ഷ വരാൻ, കാഫറായിട്ട് മരിച്ചു പോകും, കബറ് ഒറ്റയ്ക്ക് കിടക്കണ്ടേ എന്ന് പറഞ്ഞ് നമ്മൾ ദുനിയാവിൻ്റെ കാര്യത്തിൽ നമ്മുടെ സങ്കടം, നമ്മുടെ ഒരു കണ്ണീര് അത് കണ്ടാൽ ഒരു കുട്ടി വീട്ടിലേക്ക് വൈകുന്നേരം സ്കൂൾ വിട്ട് വന്നൊരു LP ക്ലാസ് ചെറിയ ക്ലാസ് പഠിക്കുന്ന ഒരു കുട്ടി ഉമ്മ അങ്ങനെ മൂടൗട്ടായിട്ട് ഇരിക്കുന്നത് കണ്ടാൽ തന്നെ ആ കുട്ടിക്ക് ഒരു ഇതുണ്ടാവില്ല. ഉമ്മ കരുണതാണ് കണ്ടെങ്കിൽ ആ കുട്ടി അന്തമ്മങ്ങൾ കരുണത് ആ കുട്ടിക്ക് സഹിക്കാൻ കഴിയില്ല. കുട്ടി പിന്നെ ആ അമ്മൻ്റെ പിന്നാലെ കൂടും. കുട്ടി ആകെ മോനെ നമ്മുടെ സങ്കടപ്പെട്ട മുഖം നമ്മളെ കുട്ടികൾ കാണാൻ ഇഷ്ടപ്പെടുന്നില്ല. നമ്മളിങ്ങനെ ഒരു മൂടൗട്ട് ഇരിക്കുകയാണെങ്കിൽ എന്തപ്പോൾ ഒരു മൂടൗട്ട് നിൽക്കുന്നു ചോദിക്കും. നമ്മളെക്കാൾ സങ്കടം അവൻ്റെ മുഖത്തേക്ക്. നമ്മളൊന്നും മുങ്ങിയിട്ടില്ലെങ്കിലും അവർ നമ്മളെ ചുറ്റിപ്പറ്റിങ്ങ് നിൽക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ അവർക്ക് സഹിക്കാൻ കഴിയില്ല. മാപ്പിയും കരുണതും വിഷമിക്കണം നമ്മുടെ മക്കൾക്ക് സഹിക്കാൻ കഴിയും. പ്രത്യേകിച്ച് ചെറിയ കുട്ടികൾ, വളർന്നു വരുന്ന കുട്ടികൾ. അപ്പോൾ നമ്മൾ അവരെ ചേർത്ത് പിടിച്ചിട്ട് നമ്മൾ കരഞ്ഞതും പരാതി പറഞ്ഞതൊക്കെ മോനെ എൻ്റെ പരലോകത്തിൻ്റെ വിഷയമല്ല, മോനെ നമുക്ക് മരിച്ചു പോകണേ കവറ എന്ന് പറഞ്ഞിട്ട് ഒന്ന് നമ്മൾ സങ്കടപ്പെട്ട് നമ്മളെ വന്നാൽ അള്ളാഹുവിൻ്റെ ഇഷ്ടവും കോപവും ഒക്കെ നമ്മളിഷ്ടമല്ല.
ദുനിയാവ് നമ്മൾ ഒരു മാർക്ക് കുറഞ്ഞപ്പോൾ സയൻസിൽ മാർക്ക് കുറഞ്ഞപ്പോൾ അവർ ചീത്ത പറഞ്ഞ് കുറേ അത് ആ കുട്ടി കാണുന്നുള്ളൂ. അതേ സമയത്ത് നമ്മൾ പിന്നെ മദ്രസയിൽ ഒരു പ്രാർത്ഥന എഴുതാൻ കഴിഞ്ഞില്ല, അല്ലെങ്കിൽ മഹ്റജിന്ന് വരണില്ല, ഫാത്തി ഒഴിച്ചു നോക്കി നമ്മൾ, അത് അങ്ങനെ മഹ്റജിന്ന് വരണില്ല, അല്ലെങ്കിൽ പിന്നെ ദ്വാലിഫ്തായി ചൊല്ലാൻ കഴിഞ്ഞില്ല. അപ്പോൾ നമുക്ക് സങ്കടമായി, വിഷമമായി. നമ്മൾ പറഞ്ഞു ഇതെന്താ ഈ പഠിക്കാത്തത്, പഠിക്കേണ്ട മോനെ. എത്ര ആൾക്കാർ കുട്ടികൾക്ക് മജബിസ്കാരുടെ പ്രാർത്ഥന എഴുതിയിട്ടുണ്ട്? മജബിസ്കാരുടെ പ്രാർത്ഥന നമ്മളെ മക്കൾക്ക് നമ്മൾ വിളിച്ചിട്ടുണ്ട്. മക്കൾ ഞാൻ പഠിക്കും മോനെ, ഞാൻ മരിച്ചാൽ എനിക്കും വേണ്ടിയിട്ട് എനിക്ക് തോരക്കാനുള്ളതാണ്, ഞാൻ മരിച്ചാൽ എനിക്കും വേണ്ടി എനിക്ക് തോരക്കാനുള്ളതാണ്, ഇത് പഠിക്കണ്ടേ. വാപ്പ മരിച്ചാൽ വാപ്പാൻ്റെ മയ്യത്ത് മുന്നിൽ വെച്ചിട്ട് നിസ്കരിക്കുമ്പോൾ ഈ ദുആ അറിയണ്ടേ, ഈ ദുആ പഠിക്കണ്ടേ. അല്ലാഹു ഗഫ്റലഹു വർഹമു വആഫി വഅഫു അൻഹു, ഇതിൻ്റെ അർത്ഥം പഠിക്കണ്ടേ. ഒന്ന് പഠിപ്പിച്ച് നോക്കി നിങ്ങൾ. നമ്മൾ വാപ്പാരും മക്കൾക്കൊന്ന് പറഞ്ഞു കൊടുത്ത് പഠിപ്പിച്ച് നോക്കി. ആ വിഷയത്തിൽ നമ്മളൊന്ന് സങ്കടപ്പെട്ടൊന്ന് കരഞ്ഞ് നമ്മളെ വിഷമം കുട്ടികൾ കണ്ടാൽ അതിനുങ്ങൾ നമ്മൾ ആ കുട്ടികൾ നന്നാവും. നമ്മൾ കൂടുതലൊന്നും പണിക്കേണ്ട കാര്യമില്ല. അള്ളാഹുവിൻ്റെ ഇഷ്ടമായിട്ടും അള്ളാഹിൻ്റെ കോപമായിട്ടും മനസ്സിലായി. നമ്മളെ ഇഷ്ടമല്ല, നമ്മളെ ഇഷ്ടം അടിച്ചേൽപ്പിക്കലല്ല. നമ്മളെ ഇഷ്ടം അടിച്ചേൽപ്പിക്കുമ്പോൾ ആ പ്രശ്നം വരിക. നമ്മൾ പറഞ്ഞൊരു കാര്യം ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ കുട്ടികളെ പിന്നാലെ വഴിയെടുത്ത് വേണ്ട. നമ്മളെ ഇഷ്ടത്തിനാണ് പ്രാധാന്യം, അതല്ല അള്ളാഹിൻ്റെ ഇഷ്ടത്തിന് കൊടുക്കുക. അവിടേക്ക് നമ്മൾ തിരിച്ചു വന്നാൽ കുട്ടികൾ നന്നാവും. ആ രൂപത്തിൽ നമ്മൾ കുട്ടികളെ വളർത്തണം. അപ്പോൾ ഇതൊക്കെ എവിടുന്നാണ് കിട്ടേണ്ടതെന്ന് ചോദിച്ചാൽ നമ്മളെ വീട്ടിൽ നിന്നാണ് എന്ത് ചെയ്യേണ്ടത്, കുട്ടികൾക്കിത് കിട്ടേണ്ടത്. അത് സ്ത്രീകളിൽ നിന്ന് കിട്ടണം. ആ സ്ത്രീകൾക്ക് അടിസ്ഥാനപരമായ ഇൽമുണ്ടെങ്കിൽ ഒരു വീട്ടിൽ നമ്മളെ മക്കളെ വളർത്തുന്ന നമ്മളെ പെണ്ണിന് ഹൗഫില്ലെങ്കിൽ, നമ്മളെ പെണ്ണിന് അള്ളാഹിനെപ്പറ്റിയുള്ള ചിന്ത അല്ലെങ്കിൽ, നമ്മൾ ഉണ്ടാകുമ്പോൾ ഒന്നും നമ്മളില്ലെങ്കിൽ വേറെ ഒന്നുമാണെങ്കിൽ നമ്മളെ കുട്ടികൾ സ്വഭാവ ദൂഷ്യത്തോടു കൂടി വളരും. ഇന്നത്തെ കാലെന്ന് പറഞ്ഞാൽ വളരെ ഡേഞ്ചറാണ്. ഞാനത് വിശദീകരിക്കേണ്ട കാര്യമില്ലല്ലോ. ഏറ്റവും കൂടുതൽ ഈ എന്താ പറയുക അശ്ലീലങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ്. ഇന്ന് കിട്ടുന്ന കൈകളിലുള്ള മൊബൈലുകളിൽ കൂടുതലും ഇന്ന് ഉള്ളത് എത്രാം ക്ലാസ് 8ലും 9ലും 10ലും ഒക്കെ പഠിക്കുന്ന കുട്ടികൾ. ഒരു ധൈര്യം നമുക്കാർക്കും വേണ്ട. ഇത് കണ്ട് പഠിച്ച് അത് പ്രാവർത്തികമാക്കാൻ കുട്ടികൾ ശ്രമിക്കും. അതിന് 10 വയസ്സും 11 വയസ്സും 12 വയസ്സൊന്നും തടസ്സമല്ല. ഈ കാണുന്ന അശ്ലീലം, കേൾക്കുന്ന അശ്ലീലം. ഒരു ബോധമുള്ള കുട്ടികൾ, ചെറിയ കുട്ടികൾ വീട്ടിലുണ്ടാവുമ്പോൾ, കുറച്ചൊക്കെ ഒരു ബോധമുള്ള കുട്ടികൾ എന്ന് പറഞ്ഞാൽ ഒരു വാപ്പാനും ഉമ്മാൻ്റെയും കൂടെ 2 വയസ്സ് 3 വയസ്സൊക്കെ ഉള്ള കുട്ടികൾ വാപ്പാനും ഉമ്മാൻ്റെയും ബെഡ്റൂമിൽ കിടത്താൻ പാടില്ല. എന്നെ വിശദീകരിക്കേണ്ട കാര്യമില്ല, കിടത്താൻ പാടില്ല. ശക്തമായ കൗൺസിലിംഗ്, വിശദമായ പിന്നെ ഒരു വളരെ വലിയ മാനസിക പ്രശ്നങ്ങളുമായി വരുന്ന സമയത്ത് നമ്മൾ കൗൺസിലിംഗ് ചെയ്യുമ്പം അതിൻ്റെ അടിസ്ഥാന ചോദ്യം മനസ്സിലാക്കുമ്പോൾ, നമ്മളിങ്ങനെ ഓരോ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ, ചില ആൾക്കാരോട് ചോദിക്കുമ്പോൾ അവിടെ ഉത്തരം കിട്ടും. ചെറിയ കുട്ടികൾ 6 വയസ്സ് 8 വയസ്സൊക്കെയുള്ള കുട്ടികൾ, ആ കുട്ടികൾ ഇന്ന് ജ്യേഷ്ഠൻ്റെ കുട്ടിയും അനുജൻ്റെ കുട്ടിയും മുറ്റത്തിരുന്ന് കളിക്കുക. എത്രയെന്നറിയ വയസ്സ് മുറ്റത്തിരുന്ന് കളിക്കുകയാണ്. ജ്യേഷ്ഠൻ്റെ ആൺകുട്ടിയും അനുജൻ്റെ പെൺകുട്ടിയും, അല്ലെങ്കിൽ ജ്യേഷ്ഠൻ്റെ ആൺകുട്ടിയും അനുജൻ്റെ ആൺകുട്ടിയും. ഇത് ലിംഗഭേദമൊന്നുമില്ല. അപ്പോൾ ഇങ്ങനെ കുട്ടികളിങ്ങനെ കളിക്കുന്നത് കാണുമ്പോൾ വാപ്പിയും ഇങ്ങനെ കാണാൻ ഈ കുട്ടികൾ കളിക്കുന്നതും അവരെ കൈകൾ പോകുന്നതൊക്കെ പോകാൻ പാടില്ലാത്ത സംഗതികളൊക്കെ കാണാൻ പാടില്ലാത്ത കുട്ടികൾ, ചെറിയ കുട്ടികൾ. ഇത് വളരെ അരോചകമായിട്ട് ആർക്കും തോന്നുന്നുണ്ട. ഇത് ഒറ്റപ്പെട്ടതല്ല, മുഴുവൻ നമ്മൾ കാണുന്ന സംഗതിയാണ്. അപ്പോൾ നമ്മൾ വിചാരിക്കും പടച്ചോനെ എന്താണിത്, ചെറിയ കുട്ടികൾ 4 വയസ്സ് 5 വയസ്സൊക്കെയുള്ള കുട്ടികൾ. ഈ കുട്ടികൾ ഇത്തരം കാര്യങ്ങൾ ഇങ്ങനെ ചെയ്യാൻ, ഇങ്ങനെ ആകാൻ, അവസാനം ഇതിങ്ങനെ വളർന്ന് എപ്പോഴും നിങ്ങൾ കണ്ടത് 14 വയസ്സും 15 വയസ്സുള്ള കുട്ടികളെ സംബന്ധിച്ച് ഈ പരാതി കിട്ടുമ്പോൾ നമ്മൾ ചോദിക്കുകയാണ്, ഇത് നിങ്ങളിപ്പോൾ ആദ്യമായിട്ട് കാണുകയാണോ? ഇതിപ്പോൾ ആദ്യമായിട്ട് കാണുക. ഈ 14-ാമത്തെ വയസ്സിലല്ലെങ്കിൽ 13-ാമത്തെ വയസ്സില്ലെങ്കിൽ 15 വയസ്സുള്ള ഒരു കുട്ടി 7 വയസ്സുള്ള ഈ 15 വയസ്സുള്ള ഒരു കുട്ടി 7 വയസ്സുള്ള ഒരു കുട്ടിയുമായി ലൈംഗിക ബന്ധം നടത്തുന്നത് കണ്ടു എന്ന് പറഞ്ഞാൽ ഇത് വലിയ വിഷയമാണ്. ഇതിപ്പോൾ തുടങ്ങിയതാണ്. ഇത് എപ്പോഴാണ് നിങ്ങൾ ആദ്യം കണ്ടത്? അത് ചെറുപ്പത്തിലൊക്കെ ഇങ്ങനെ കുട്ടികൾ മുറ്റത്തിരുന്ന് ഇങ്ങനെ കളിക്കുമ്പോഴൊക്കെ ഇങ്ങനെ കയ്യും കാലുകൊണ്ടൊക്കെ ഇങ്ങനെ തട്ടി ലൈംഗികമായിട്ട് ഇങ്ങനെയൊക്കെ തൊട്ട് അങ്ങനെയൊക്കെ കളിക്കലുണ്ട്. അതൊക്കെ ചെറുപ്പത്തിലുണ്ട്. ശരി, അപ്പോൾ ചോദിക്കുന്ന ചോദ്യമാണ്, നിങ്ങൾ ഈ കുട്ടിയെ നിങ്ങളെ ബെഡ്റൂമിൽ നിന്ന് മാറ്റിയിട്ട് എത്രയായി?
ഞങ്ങൾ ബെഡ്റൂമിൽ കുട്ടി ഉറങ്ങി വിചാരിച്ചിട്ടാണ് ഇപ്പുറത്ത് ബെഡ്റൂമിൽ ഭാര്യയും ഭർത്താവും ജീവിക്കണത്. പാടില്ല. ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്, നിസ്സാര കാര്യമല്ല. ചെറിയ മനസ്സിൽ ഞാൻ പണ്ട് പറഞ്ഞിട്ടുണ്ടാകും നിങ്ങളോട്, ഏറ്റവും ചെറിയ ഹാഫിദിൻ്റെ വയസ്സ് എത്ര അറിയോ? എത്ര? ലോകത്ത് ലക്ഷക്കണക്കിന് ഹാഫിദുകളുണ്ട് ഖുർആൻ മനപ്പാടാക്കിയ. ഏറ്റവും കുറഞ്ഞ ഹാഫിദിൻ്റെ വയസ്സ് 3 വയസ്സാണ്. ആഫ്രിക്കയിലാണ്. 3 വയസ്സുള്ള കുട്ടി എങ്ങനെ ഖുർആൻ ഹിഫ്ളാക്കി? ആ കുട്ടിൻ്റെ ഉമ്മ ഹാഫിളത്താണ്, അറിയോ? ആ കുട്ടിൻ്റെ ഉമ്മ ഹാഫിളത്താണ്. ഖുർആൻ മനപ്പാടാക്കിയ സ്ത്രീകൾ ധാരാളം ഉണ്ടെന്ന്. ഹാഫിളത്താണ് ആ കുട്ടിൻ്റെ ഉമ്മ. ഉമ്മ ഗർഭിണിയായിരിക്കുന്ന സമയത്ത് ഉമ്മ ഓതിയത് ഖുർആനാണ്. ഇന്നത്തെ സയൻസ് എന്താ പറഞ്ഞാൽ, ഗർഭിണിയായൊരു പെണ്ണ് ചിരിക്കുമ്പോൾ കുട്ടി ചിരിക്കും. ഗർഭിണിയായൊരു പെണ്ണ് കരഞ്ഞാൽ കുട്ടി കരയുന്ന, ഗർഭാശയത്തിൽ കുട്ടി കരയുന്ന ഇന്നത്തെ സയൻസാണ്. ഗർഭിണിയായൊരു പെണ്ണിൻ്റെ മനസ്സ് വേദനിച്ചാൽ, സങ്കടപ്പെട്ടാൽ കുട്ടിക്ക് മാനസികമായ പ്രയാസങ്ങൾ ഉണ്ടാവുന്ന, കുട്ടിക്ക് വളരെ വലിയ സൈക്കോളജിക്കൽ പ്രശ്നങ്ങളുണ്ടാവും. സങ്കടപ്പെടുത്താൻ പാടില്ല എന്നാണ്. കുട്ടി സ്വഭാവം ഒഴിഞ്ഞു പഠിക്കുന്ന കാര്യങ്ങൾ നമ്മൾ അറവാണെന്നില്ല. ഗർഭാശയത്തിൻ്റെ ഉള്ളിൽ വെച്ച് കുട്ടി ഉമ്മാനെ പഠിക്കുന്ന, ഉമ്മ തിന്നുന്ന ഭക്ഷണമാണ് കുട്ടിക്ക് പോണത്. അവിടുന്ന് വരും. പാപ്പാനത്തുള്ള കുട്ടിക്ക് ബന്ധം, കുട്ടികൾക്ക് ഉമ്മാക്ക ബന്ധം. ഉമ്മാനെ പള്ളിയെ തടയരുത്. ശീല അവിടെയുള്ളത്. അള്ള വെച്ച മുദ്ര, പൊക്കിൽ കൊടി ബന്ധം അവിടുന്നാണ് മുറിച്ച് മാറ്റിയത്. അവിടെയാണ് ആ ശീലുള്ളത്. മനസ്സിലായില്ലേ? പൊക്കിൽ കൊടി എന്ന് പറഞ്ഞാൽ അവിടുന്ന് കിട്ടുന്നുണ്ട്. അപ്പം ഉമ്മയുടെ സ്വഭാവം, ഉമ്മയുടെ പെരുമാറ്റം കുട്ടിലേക്ക് വരും. ആ സ്ത്രീകൾക്ക് ഇത് തടയാൻ പാടില്ല. ഉമ്മ ഖുർആൻ ഓതാണ് ഗർഭിണിയായിരിക്കുന്ന സമയത്ത്. അത് കേട്ട് പഠിക്കുക കുട്ടി. കുട്ടി സംസാരിക്കാൻ തുടങ്ങിയ കാലം, സംസാരിക്കാൻ പറഞ്ഞത്, സംസാരിക്കാൻ തുടങ്ങി, ഖുർആൻ മനപ്പാടാക്കി. വളരെ പെട്ടെന്ന് മനപ്പാടാക്കി. അതാണ് 3 വയസ്സിലെ ഹാഫിദാണ്. അല്ലാതെ ലോകമഹാത്ഭുതമായിട്ട് കണക്കാക്കണ്ട. അത് അവിടുന്ന് കിട്ടിയതാണ്. പിന്നെ നമ്മളെ 5 വയസ്സും 6 വയസ്സൊക്കെ ഉള്ള ബെഡ്റൂമിൽ ഉണ്ടായാൽ പിന്നെ ബാക്കിയുള്ള കാര്യം പറയേണ്ട കാര്യമുണ്ടോ? അപ്പോൾ നന്നായി ശ്രദ്ധിക്കണം നമ്മൾ. നിസ്സാര കാര്യമല്ല. വീട്ടിലെ സ്ത്രീകൾക്ക് നമ്മൾ കൊടുക്കേണ്ട ഉത്ബോധനം കൊടുത്തിട്ടില്ല എങ്കിൽ അവർ ഖുർആൻ ക്ലാസ്സിന് വരണം, നിർബന്ധമാണ്. ഖുർആൻ ക്ലാസ്സിൽ ഞാൻ ഇത് ഇൻഷാ അല്ലാഹ് വരാൻ പോകുന്നുണ്ട്. നമ്മളെ സുമറിലെ 3-ാമത്തെ ആയത്ത് എന്താ അറിയാം? ഒരുവിധം പെണ്ണുങ്ങളൊക്കെ തൊലാക്കല്ലേണ്ട ആയത്താണ്. ബേജാറാണ്ട. ഒരുവിധം പെണ്ണുങ്ങളൊക്കെ തൊലാക്കി അല്ലാണ്ട് ആയത്താഞ്ഞ് വരാൻ പോണത്. ചില പെണ്ണുങ്ങളെ തൊലാക്കിയല്ലേ ഓളെ പെരി കൊണ്ടാക്കേണ്ടി വരും. വരാൻ പോകണ്ടായത് എന്താ കാരണം? നമുക്ക് നമ്മുടെ പരലോകം നഷ്ടപ്പെടുത്തുന്ന പെണ്ണ് പെരിയിലുണ്ടാകരുത്. നമ്മളെ കബറി ഇരുട്ടാക്കുന്ന പെണ്ണ് പെരിയിലുണ്ടാകരുത്. വളരെ പ്രധാനമാണ്. നമ്മളെ ദുനിയാവിൽ ദ്രോഹിക്കുന്ന, നമ്മളെ തകർച്ചയ്ക്ക് വേണ്ടി ആഗ്രഹിക്കുന്ന പെണ്ണിനെ പെരിയിൽ വെച്ചുകൊണ്ടിരിക്കും. നമ്മളെ ദുനിയാവ് നഷ്ടപ്പെടുത്തുന്ന പെണ്ണിനെ നമ്മൾ വെച്ചു കൊടുക്കുമോ? ആണാണെങ്കിൽ വെച്ചു കൊടുക്കുമോ? ഇല്ല. എങ്കിൽ പിന്നെ പരലോകം നഷ്ടപ്പെടുത്താൻ നമുക്ക് ദുനിയാവ് പരലോക വലുത്. ദുനിയാവ് നഷ്ടപ്പെടുത്തുന്ന ഒരു പെണ്ണിനെ വെച്ചു കൊടുക്കില്ല എങ്കിൽ പരലോകം നഷ്ടപ്പെടുത്തുന്ന ഒരു പെണ്ണിനെ വെച്ച് നിൽക്കാൻ പറ്റുമോ? ഇല്ല. അപ്പം എന്താ ചെയ്യേണ്ടത്? ചെയ്യേണ്ടത് എന്താ? കൊണ്ടുവരണം. അള്ള ചോദിക്കാണ്, ഏറ്റവും വലിയ അക്രമി ആരാന്നറിയോ? അള്ളാഹിൻ്റെ ഭവനങ്ങളിൽ നിന്ന് തടയുന്നവരാണ്. അതാണ് പെണ്ണെന്ന് പറഞ്ഞിട്ടില്ല. ആ പള്ളിയിൽ നിന്ന് കിട്ടേണ്ടത് എന്താണ്? അള്ളാഹുവിൻ്റെ നാമത്തെക്കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തലുകളാണ്. തടയുന്നവനേക്കാൾ ഏറ്റവും വലിയ അക്രമി വേറെ ആരുമില്ല എന്ന് പറയാനുള്ള കാരണം അതാണ്. അപ്പോൾ മൻ അദ്ലമ നമ്മൾ പഠിക്കണത്. ആ മൻ അദ്ലമിൽ ഒരു വിഷയമാണ്. നമ്മൾ ആ കൂട്ടത്തിൽ പെടാൻ പാടില്ല. അള്ളാഹിൻ്റെ മുന്നിൽ നിൽക്കുമ്പോൾ ഏറ്റവും വലിയ അക്രമകാരികളിൽ പെടാതിരിക്കാൻ നമ്മൾ ഈ ആയത്ത് പഠിക്കണം. തീർന്നിട്ടില്ല കേട്ടോ. ഇനിയും നമുക്ക് നിസ്സാരമെന്ന് തോന്നുന്ന ചില കാര്യങ്ങൾ അവസാനിപ്പിക്കാം. നമുക്ക് നിസ്സാരമാണ് എന്ന് തോന്നുന്ന ചില കാര്യങ്ങളെ അള്ളാഹ് മൻ അദ്ലം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഏറ്റവും വലിയ അക്രമിയാണ് എന്ന്. ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സുകളിൽ നമുക്കത് വിശദീകരിക്കാം. അള്ളാഹു തആല ദീർഘായുസ്സും ആഫിയത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. പഠിച്ച കാര്യങ്ങൾ മറക്കാതെ നമ്മുടെ ഹൃദയങ്ങളിൽ അള്ളാഹു നിലനിർത്തി തരുമാറാവട്ടെ. ഈ സന്ദർഭത്തിൽ ജനുവരി 11-നാണ് അടുത്ത ക്ലാസ്. ഈ സന്ദർഭത്തിൽ നമ്മുടെ മനസ്സിലുണ്ടാകേണ്ട ഒരു പ്രാർത്ഥന ഉണ്ട്. ഏതാ സന്ദർഭം ഞാൻ പറയേണ്ടതില്ല. മുസ്ലിം സമൂഹം ഒന്നടങ്കം ഒരു വലിയ പ്രതിസന്ധിയിലാണ്.
ഈ സമയത്ത് എല്ലാവരും യോജിക്കണം എന്ന് പറയുന്നുണ്ട്. പക്ഷേ യോജിപ്പ് മാത്രമല്ല വേണ്ടത്, പ്രാർത്ഥന വേണം. ആ പ്രാർത്ഥന റബ്ബന വജഅൽ ലനാ മിൻ ലദുൻക വലിയൻ വജഅൽ ലനാ മിൻ ലദുൻക നസീറ. എന്താണ്? റബ്ബന വജഅൽ ലനാ മിൻ ലദുൻക വലിയൻ വജഅൽ ലനാ മിൻ ലദുൻക നസീറ. ഈ പ്രാർത്ഥന മുസ്തദഅഫീങ്ങളായ ന്യൂനപക്ഷമായ ഒരു സമൂഹത്തിന് ഭൂരിപക്ഷത്തിൽ നിന്ന് ഉപദ്രവം ഏൽക്കേണ്ടി വരുമ്പോൾ, മർദ്ദിക്കപ്പെടുമ്പോൾ, തങ്ങളെ അസ്തിത്വം ചോദ്യം ചെയ്യപ്പെടുന്ന സന്ദർഭത്തിൽ തങ്ങളുടെ പൗരത്വം തെളിയിക്കേണ്ടി വരുന്നൊരു ഗതികേട് ജനിച്ച നാട്ടിൽ ഉണ്ടാകുമ്പോൾ, നാട്ടിൽ നിന്ന് വീട്ടിൽ നിന്ന് പുറത്താക്കപ്പെട്ട മുൻഗാമികൾ, അവർക്ക് അള്ളാഹിൻ്റെ സഹായം കിട്ടണം. ആ സഹായം കിട്ടാൻ വേണ്ടി പഠിപ്പിക്കപ്പെട്ട പ്രാർത്ഥനയാണ് സൂറത്ത് നിസായിലെ ആയത്തിലാണ് ഇതുള്ളത്. മുസ്തദഅഫീങ്ങളായ സ്ത്രീകളും കുട്ടികളും പുരുഷന്മാരും പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥനയാണ് റബ്ബന വജഅൽ ലനാ മിൻ ലദുൻക വലിയൻ വജഅൽ ലനാ മിൻ ലദുൻക നസീറ. എന്ന് പറയട്ടെ, റബ്ബന വജഅൽ ലനാ മിൻ ലദുൻക വലിയൻ വജഅൽ ലനാ മിൻ ലദുൻക നസീറ. ഇതാണ് റബ്ബന വജഅൽ ലനാ മിൻ ലദുൻക വലിയൻ വജഅൽ ലനാ മിൻ ലദുൻക നസീറ. കാണാതെ റബ്ബന വജഅൽ ലനാ മിൻ ലദുൻക വലിയൻ വജഅൽ ലനാ മിൻ ലദുൻക നസീറ. അല്ലാഹു തആല നമ്മുടെ അറിവില്ലായ്മ കൊണ്ട് വന്നുപോയ തെറ്റുകുറ്റങ്ങൾ അല്ലാഹു നമുക്ക് വിട്ടുകൊടുത്ത് മാപ്പാദിക്കുമാറാവട്ടെ. മരണപ്പെട്ടു പോയ മാതാപിതാക്കൾ അല്ലാഹു തആല അവർക്ക് മഗ്ഫിറത്തും മർഹമത്തും പ്രദാനം ചെയ്യട്ടെ. അല്ലാഹു തആല നമുക്ക് പരലോകത്ത് ദറജ ഉയർത്തി തരട്ടെ. അല്ലാഹുവിൻ്റെ കലാമ് പഠിക്കാനുള്ള ഇഷ്ടവും സ്നേഹവും അല്ലാഹു നമുക്ക് വർദ്ധിപ്പിച്ചു തരട്ടെ. തടസ്സങ്ങളിൽ നിന്ന് അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. നമ്മളെ മക്കളിലും ഭാര്യമാരിലും ഈമാനികമായി കൺകുളിർന്ന് അല്ലാഹു പ്രദാനം ചെയ്യട്ടെ. നമ്മുടെ വീട്ടിൽ അല്ലാഹു നിയമത്തും ബർക്കത്തും പ്രദാനം ചെയ്യട്ടെ. നമ്മുടെ സ്ഥാപനങ്ങളിൽ അല്ലാഹു തആല നിഅമത്തും ബർക്കത്തും പ്രദാനം ചെയ്യട്ടെ. റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. സുബ്ഹാനകല്ലാഹു ബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. നാലേകാല് ജനുവരി 12